الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام والذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل وسلم وبارك على سيدنا وشفيعنا محمد بن عبد الله صلى الله وسلم وبارك عليه وعلى آله وصحابه واتباعه وعلينا وعلى مشايخنا وأساتذتنا وذوينا وأحبابنا وسائر المؤمنين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ولا حول ولا قوة إلا بالله العلي العظيم رب يسر ولا تعسر رب زدنا علما وحلما وفهما وعقلا وأدبا رب تمم بالخير والسعادة والله ولي التوفيق ومنه التحقيق وبه التصديق إنما الأعمال بالنيات والعاقبة للمتقين إن أريد إلا الإصلاح ما استطعت وما توفيق إلا بالله عليه توكلت وإليه أنيب ഇനി വസ്സുഫ്രത്തു വൽ ഖുദ്റത്തു ഹൈളും ഫിൽ അസഹി, മഞ്ഞയായി കാണുന്നതും കലർപ്പായി കാണുന്നതും ഇത് രണ്ടും ഹൈളാണ് ഫിൽ അസഹി, അസഹ അനുസരിച്ച്. അതായത് നേരത്തെ ഒരു ദിവസം പൂർത്തിയായി എന്നിട്ട് അക്സറാകുന്ന 15 വിട്ടു കടന്നിട്ടില്ലെങ്കിൽ എല്ലാം ഹൈളാന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെ രക്തത്തിന്റെ ചുവപ്പ് കളർ അല്ലാതെ കാണുന്നതോ ചിലപ്പോ ചെറിയ മഞ്ഞ നിറമായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ കലർന്നതായിരിക്കും. അപ്പൊ അപ്പൊ സുഫറത്തും കുതിരത്തും ഹൈലാണെന്ന് പറയുമ്പോ മഞ്ഞയും എന്ന പോലെ കലർപ്പും ഹൈലാണെന്ന് പറഞ്ഞാൽ ശരിയാവൂലല്ലോ. മഞ്ഞ ആയ സാധനം, അതായത് അസുഫറും അക്ദറും അങ്ങനല്ലേ. അപ്പൊ അവിടെ പിന്നെ ഹാഷിക്കാർ എഴുതിയത് സുഫറത്ത് എന്ന് പറഞ്ഞാൽ ദുസ്സുഫറത്ത് എന്നർത്ഥാണ്. സുഫറത്തുടേത്, പുറപ്പെടുന്ന ഖാരിജ് സുഫറത്തുടേതാവുമ്പോ അതും ദമാണ്, ഹൈലാണ്. കുതിരത്തുടേതാവുമ്പോ അപ്പോ ദിസ്സുഫറത്ത് ദിൽ കുതിരത്ത് എന്നതിനെ കുറിച്ച് സുഫറത്ത് കുതിരത്ത് എന്ന് മജാസായി പറഞ്ഞതാണ് എന്നാ. പിന്നെ ഒന്നി അങ്ങനെ മജാസാക്കണം, അല്ലെങ്കിൽ ദുസ്സുഫറത്തി എന്നൊരു ദൂ തഖ്ദീർ ചെയ്യണം. ഇങ്ങനെയാലേ ഇഖ്ബാർ ശരിയാവുള്ളൂ. ഏതായാലും ആട്ടെ, ഇത് പിന്നെ രക്താണോ ഈ സുഫറത്ത് കുതിരത്ത് ആയി വരുന്ന, അത് രക്താണോ അതല്ലേ വെള്ളമാണോ എന്നത് ശേഷം പറയുന്നുണ്ട്. അപ്പൊ ഈ ശുബൂലില്ലാതെ യസ്അലൂനകാനിൽ മഹീലി ഖുൽ ഹുവ അദൻ എന്ന് പറഞ്ഞ ആയത്തുണ്ടല്ലോ. ആ ആയത്തില് അതാ എന്ന് പറഞ്ഞത് ഇത് രണ്ടിനെ ഉൾക്കൊള്ളിക്കും. ഏത് സുഫറത്തായി വരുന്നതും കുതിരത്തായി വരുന്നതും ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അതിനും എന്ത് തന്നെ ഇപ്പറഞ്ഞ ഹൈല് എന്റെ ഹുക്കുമാണുള്ളതും ഹൈലാണെന്ന് പറഞ്ഞ. ഇനി വസഹാൻ ആയിഷ റളിയല്ലാഹു തആല അൻഹാ അന്നന്നിസാ കുന്ന യബഅസ്ന ബിദ്ദുർജത്തി ഫീഹാ അൽ കുർസുഫു ഫീഹി സുഫ്രത്തു ഫതഖൂലു ലാ തഅജൽന ഹത്താ തറൈനൽ ഖസ്സത്തൽ ബൈളാ എന്ന് പറഞ്ഞ ഒരു ഹദീസ് എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ തൊട്ടുദ്ധരിക്കുന്നുണ്ട് എന്നാ. പിന്നെ അപ്പോ ആ ഹദീസ് പിന്നെ പെണ്ണുങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, അന്നന്നിസ കുന്ന യബഅസ്ന ബിദ്ദുർജത്തി, ദുർജത്ത് കൊടുത്തയക്കും ആയിഷ ബീവിന്റെ അടുത്തേക്ക്. ചെറിയ കുട്ടികളെ കൊടുത്തയക്കും അങ്ങനെ, അല്ലെങ്കിൽ ഒരു സ്ത്രീ വരുമ്പോ വേറെ സ്ത്രീ കൊടുത്തയക്കും, ഇങ്ങനൊക്കെ ആകാലോ. ഫീഹ ദുർജത്തിലുണ്ട് കുർസുഫുണ്ട്, ഫീഹ കുർസുഫിലുണ്ട് സുഫ്രത്തു, സുഫ്രത്തുണ്ട്, മഞ്ഞ നിറണ്ട്.
അപ്പൊ ആയിഷ ബീവി അവരോട് പറയും, നിങ്ങളെ തിരക്കാക്കല്ലേ, ധൃതി കൂട്ടല്ലേ, ഏതുവരെ ഹത്താ തറയിനൽ ഖസ്സത്തൽ ബൈലാ, ആ വെളുത്ത ദ്രാവകം കാണുന്നത് വരേന്നാ. അപ്പൊ അവിടെ ദുർജത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ദുർജത്ത് എന്ന് പറഞ്ഞാല് പിന്നെ ശീലക്കഷ്ണം, തുണിക്കഷ്ണം പോലത്തെ സാധനാണെന്നോ. വഹിയ നഹ്വു ഖിർഖത്തിൻ, ഏതുപോലെ മോനി അങ്ങനെ പറഞ്ഞ്, കുത്തിനത്തിൻ തുദ്ഖിലുഹൽ മർഅത്തു ഫർജഹാ സുമ്മ തുഖ്രിജുഹു ലിതൻളുറ ഹൽ ബഖിയ ശൈഉം മിൻ അസരിദ്ദമി അം ലാ എന്നാണ്. അപ്പൊ ശീലക്കഷ്ണം പഞ്ഞിയൊക്കെ എന്ത് ചെയ്യും? അത് പെണ്ണവളുടെ ഫർജിന്റെ ഉള്ളിലേക്ക് കടത്തി നോക്കും. അവിടെ രക്തത്തിന്റെ അസർ, അടയാളം ബാക്കിയുണ്ടോ, കറ ബാക്കിയുണ്ടോ എന്നറിയാൻ വേണ്ടി. അപ്പൊ ആ പെണ്ണുങ്ങള് ഇങ്ങനെ നോക്കിയിട്ട് അപ്പൊ അതില് കുറുസുഫുണ്ട് എന്നല്ലേ. അപ്പൊ ശീലക്കഷ്ണം അതിന്റെ ഉള്ളിൽ കുറുസുഫ് എന്ന് പറഞ്ഞാൽ കുത്തിന് പഞ്ഞി, ഉന്നം. അപ്പൊ അത് അതിന്റെ ഉള്ളില് കുറുസുഫ് ഉണ്ടാവും. ആ കുറുസുഫില് മഞ്ഞ നിറം ഉണ്ടാവും. അപ്പോ പിന്നെ ദുർജത്തന്നെ ശീലക്കഷ്ണം ഉള്ളിലേക്ക് കടത്തുന്നതാണ്. പിന്നെ കുറുസുഫ് എന്താ? അപ്പൊ അതിന്റെ ഹാസില് അന്നഹ തലവ് കുത്തനത്തം വി ഉഖറ അക്ബറ മിൻഹാൻ ഉണ്ടോ. ഒരു പഞ്ഞിക്കഷ്ണം ചെറുതുള്ളില് വലുത് പുറത്ത്. ഈ മുറിവൊക്കെ കെട്ടുമ്പോ അങ്ങനല്ലേ. ഔഫീനാഹി ഖിർഖത്തിന്, അല്ലെങ്കിൽ ഒരു ശീലക്കഷ്ണം പോലത്തെ എന്ത് ചെയ്യും? ഒരു കുത്തനത്ത് പഞ്ഞിന്റെ കഷ്ണം വെക്കും. എന്നിട്ട് അത് ഫർജിലേക്ക് കടത്തും. അപ്പൊ എന്ത് ചെയ്യും? എന്തിനാ അങ്ങനെ ഇതിന്റെ ഉള്ളിൽ വെക്കുന്നത്? അത് കൈ എന്ത് ചെയ്യാ? നേരെ ചെറുത് പിടിച്ചിട്ടുള്ളിലേക്കാക്കിയാല് കയ്യില് കൈ മലിനാവുമല്ലോ, അത് വരാതിരിക്കാൻ വേണ്ടി. പിന്നെ അപ്പൊ കസ്സത്തുൻ ബൈല കാണുന്നവരെ എന്ന് പറഞ്ഞാൽ, കസ്സത്ത് എന്ന് പറഞ്ഞാൽ ജിസ് എന്നാണ്. കുമ്മായം, വെളുത്ത സാധനം എന്നാ. അതന്നെ കസ്സത്തും ബൈലാവ് എന്നാണല്ലോ പറയുന്നത്. അപ്പൊ അത് അവിടെ റുത്തൂബത്തുൻ നഖയ്യത്തിന് ശുദ്ധമായ ഒരു നനവുണ്ടാവുമല്ലോ. സുഫറത്തും കുതിറത്തും രക്തവും ചുവപ്പും ഒന്നും ഇല്ലാത്തൊരു ശുദ്ധമായ നനവ്. അതിനെ ജിസ്സിനോട് തഷ്ബീഹാക്കിയതാണ് എന്നാ മോഹനി പറയുന്നത്. പിന്നെ എന്നാൽ ഈ ഖസ്സത്തുൻ ബൈലാന് വേറെ ഹദീസിന്റെ ചില ശറഹുകളിൽ കാണുന്നതെന്ന് പറഞ്ഞാല്, ഈ ഹൈദ് രക്തം നിലയ്ക്കുന്ന സമയത്ത്, നിൽക്കുന്ന സമയത്ത്, അത് അവസാനിക്കുമല്ലോ, ആ ഇങ്കിത്തായിന്റെ സമയത്ത് പെണ്ണിന്റെ ഫർജിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വെളുത്ത സാധനാണ് കസ്സത്തുൻ ബൈല. ഒരു നൂല് പോലത്തെ ഒരു വെളുത്ത സാധനം. അത് ഈ വെള്ളപോക്ക് എന്നൊക്കെ പറയുന്നതിനോട് ശിബഹായി പറയാൻ പറ്റിയ ഒരു വെളുത്ത സാധനം. അത് ഈ പെണ്ണുങ്ങൾക്ക് അറിയാതെ, അങ്ങനെ പൊതുവെ പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അപ്പൊ അത് അവരുടെ ഈ തുണിയൊക്കെ വെക്കുമല്ലോ, അവര് പാടൊക്കെ വെക്കുമല്ലോ, അതിൽ കാണുന്ന. അങ്ങനെയാണ് ഹദീസിന്റെ ശറഹിൽ കാണുന്നത്. അതാണ് കൂടുതൽ ലാഹിർ. പിന്നെ അപ്പൊ ഈ സഹാബിയാത്തായ അല്ലെങ്കിൽ ആയിഷ ബീവിന്റെ കാലത്തിന്റെ താബിയാത്തുകളായ സ്ത്രീകള്, മഹദികള് ഇങ്ങനെ എന്ത് ചെയ്തിരുന്നു? അവരുടെ ദമ മുൻകത്തിയായെന്ന് നിരീക്ഷിച്ചിരുന്നു, അതിൽ സൂക്ഷ്മത പുലർത്തിയിരുന്നു എന്ന് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അവർക്ക് സംശയം വരുമ്പോ ഇതിപ്പോ ദമ മുൻകത്തിയായതാണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുത്തനത്തുള്ളിൽ കടത്തി നോക്കുന്നത്. അത് പിന്നെ ആയിഷ ബീവിക്ക് കൊടുത്തയച്ചിട്ട് ഇപ്പൊ മുൻകത്തിയാവില്ലേ എന്നുള്ളത് ചോദിക്കുന്നതും ഒക്കെ അതുകൊണ്ടാണല്ലോ. പിന്നെ അപ്പൊ പെണ്ണുങ്ങൾ അങ്ങനെ നിരീക്ഷിക്കണം. ഇനി വലാ യുആരിദുഹു ഖൗലു ഉമ്മി അത്തിയ്യത്ത് റളിയല്ലാഹു തആല അൻഹാ കുന്നാ ലാ നഉദ്ദു സുഫറത വൽ ഖുദ്റത ബഅദ തുഹ്രി ശൈആ. പിന്നെ അപ്പൊ സുഫറത്തും കുദ്റത്തും ഹൈലാണ് എന്ന് പറഞ്ഞത് അസഹ അനുസരിച്ച്, അത് ഹൈൽ അല്ല എന്ന് പറയുന്ന അസഹിന്റെ സാനിയോ അവർ ഈ ഉമ്മഅത്തിയ്യ റളിയല്ലാഹു അൻഹുവിന്റെ ഖൗലാണ് എന്ത് ചെയ്യുന്നത്? തെളിവാക്കുന്നത്. അപ്പൊ അതിന് റദ്ദായി പറയാ, കുന്നാ ലാ നഉദ്ദു സുഫറത വൽ ഖുദ്റത ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഉമ്മഅത്തിയ്യ റളിയല്ലാഹു അൻഹു. ബഅദ തുഹ്രി, തുഹറിന്റെ ശേഷമുള്ള
ആ സുഫറത്തും കുതിരത്തും നമ്മളൊന്നുമായിട്ട് കണക്കാക്കിയിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഷെയ്അമ്മിനൽ ഹൈലി എന്നർത്ഥം. അത് ഹൈലിൽ നിന്നൊന്നുമായിട്ട് കണക്കാക്കിയിരുന്നില്ല. പിന്നെ അപ്പൊ അങ്ങനെയാവുമ്പോ അതും ഈ പറഞ്ഞ മത്തനിൽ പറഞ്ഞതും എതിരല്ല എന്നല്ല. യുആരിദുഹു എന്ന് പറഞ്ഞാൽ ആ മത്തനിൽ പറഞ്ഞ ഈ സുഫറത്ത് കുതിരത്ത് ഹൈല എന്ന് പറഞ്ഞതിനോട് എതിരല്ല. കാരണം അന്നല്ലവ്വല അസഹു, ആദ്യം പറഞ്ഞ ആയിഷ ബീവിന്റെ ഹദീസാണ് അസഹ് ഒന്നത്. രണ്ടാമത്തെ ആയിഷത്തു അഫ്ഖഹു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഫിഖ് കൂടുതൽ അറിയുന്ന വലിയ പാണ്ഡിത്യമുള്ള മഹദിയല്ലേ. അതിനും പുറമെ വഅൽസമു ലഹു സല്ലല്ലാഹു തആല അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ എന്താണ് ആ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കൂടുതൽ ജീവിച്ച മഹദിയുമാണ് ആയിഷ ബീവി ഉമ്മത്തിയനേക്കാൾ, മിൻ ഗൈരിഹ മറ്റുള്ളവരെക്കാൾ. അപ്പൊ ഈ നിലക്ക് എന്ത് ചെയ്തു, ആയിഷ ബീവിന്റെ അത് തർജീഹാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സുഫറത്തും കുതിരത്തും ഹൈല എന്ന് പറഞ്ഞത്. ഇനി അതിനും പുറമെ ഒരു മറുപടിയും കൂടി ലായുആരിദുഹു എന്നുള്ളതിന് ഒരു കാരണം പറഞ്ഞില്ല, അന്നല്ലവ്വല സഹു ആയിഷത്തു അഫ്ഖഹു, ഇങ്ങനെ മൂന്ന് കാര്യം പറഞ്ഞു. ഇനി അതിനും പുറമെ അതിന് ഒരു അലാവത്തിന്റെ മറുപടി പറയാം. അലാ അന്ന ഖൗലഹ ബഅദത്തുഹ്രി മുജ്മലുൻ, ഈ പറഞ്ഞ ഉമ്മഅത്തിയ മഹദി പറഞ്ഞ് ബഅദത്തുഹ്രി എന്നല്ലേ, ദമു മുങ്കത്തിയായതിന് ശേഷം കാണുന്ന സുഫറത്തും കുതിരത്തും. നമ്മള് മത്തനിൽ പറഞ്ഞ മസല അതല്ലല്ലോ, ദമു മുങ്കത്തിയാകുന്നതിന് മുമ്പ് കാണുന്ന സുഫറത്തും കുതിരത്തുമാണ് പറഞ്ഞത്. അപ്പൊ ഈ ബഅദത്തുഹ്രി എന്ന് പറഞ്ഞത് മുജ്മലാണ്. അതെന്താ മുജ്മലായപ്പോ അമൽ ചെയ്യാൻ പറ്റൂലല്ലോ. പിന്നെ ആയിഷ ബീവിന്റെ അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം ആയിഷ ബീവിന്റെ ഹദീസ് മുബയ്യനാണ്, ഇത് മുജ്മലാണ്. ലിഹ്തിമാലിഹി ബഅദ ദുഖൂലി സമനിഹി ഔ ബഅദ ഇൻഖിലാഇഹി വൽ മുബയ്യനു ഔലാ മിൻഹു എന്നുണ്ടോ. അപ്പൊ ഈ പറഞ്ഞ ബഅദത്തുഹ്രി എന്ന് പറഞ്ഞത് തുഹറിന്റെ സമയം കടന്നതിന് ശേഷം എന്നർത്ഥമാകാം. ഹഖീഖത്തില് യഥാർത്ഥത്തില് ദമു മുങ്കത്തിയായതിനു ശേഷം എന്നല്ല, തുഹറിന്റെ സമയമായതിനു ശേഷം എന്നാണ് പറയുന്നത്. പിന്നെ അപ്പൊ തുഹറിന്റെ സമയമായതിന് ശേഷം എന്ന് പറഞ്ഞാല് 15 ദിവസമായി അല്ലെ. അക്സറുൽ ഹൈദ് 15 ദിവസം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ സുഫറത്തും കുതിരത്തും ആകുന്നതുണ്ട്, അത് ഹൈലായി കൂട്ടാറില്ല. പിന്നെ ഔ ബഅദ ഇൻഖിലാഇഹി, അല്ലെങ്കിൽ ആ സമയം കഴിഞ്ഞതിന് ശേഷം, തുഹറിന്റെ സമയം ആയതിനു ശേഷം, തുഹറിന്റെ സമയം ആയതിനു ശേഷമാകുമ്പോ എന്ത്, അത് ദമു മുങ്കത്തി ആയി. അവർക്ക് ഈ കസത്തുൻ ബൈദ ഒക്കെ കണ്ടിട്ട് എന്തായി, ഉറപ്പായി. അതിന് ശേഷം ഇബ്നു ഖാസിം പിന്നെ ഷർവാനി പറഞ്ഞ് വയദ്ഹറു അന്ന മുറാദ ശാരിഹി അന്ന ഖൗലഹ മുഹ്തമിലുൻ ലികൗനിഹിമാ ഫി ആഖിരിൽ ഹൈലി. ഈ സുഫറത്തും കുതിരത്തും ഹൈലിന്റെ അവസാന സമയത്തായിട്ടാണല്ലോ പറയുന്നത്. ബഅദത്തുഹ്രി എന്ന് പറഞ്ഞപ്പോ വഫി അവ്വലിഹി എന്ന പോലെ ആഖിറുൽ ഹൈലിലാകാനും അവ്വലുൽ ഹൈലിലാകാനും സാധ്യത ഉണ്ട്. ഫകാന മുജ്മലൻ, ആഖിറുൽ ഹൈദിലാകാനും അവ്വലുൽ ഹൈദിലാകാനും സാധ്യതയുള്ളതാണ് എന്നാണ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഉദ്ദേശിച്ചത്. അപ്പൊ അവ്വലിലാണോ ആഖിറിലാണോ എന്നറിയില്ല. പിന്നെ അപ്പൊ ലിഹ്തിമാല് ഈ ബഅദ ദുഖൂലി സമനിഹി എന്ന് പറഞ്ഞാല് ഞാനിപ്പോ തുഹ്ർ എന്ന് അർത്ഥം വെച്ച, ഷർവാനിയെ പറഞ്ഞനുസരിച്ച് സമനി ഹി എന്ന് പറയുമ്പോ ഹൈലിന്റെ സമയം കടന്നതിന് ശേഷം. അപ്പൊ ഹൈലിന്റെ സമയം കഴിഞ്ഞ് തുടങ്ങിയതിന് ശേഷം ആവുമ്പോ എന്താവും, അത് ഹൈലിൽ പെട്ടതാവും. ഔ ബഅദൻഖിലാഇഹി, അല്ലെങ്കിൽ ഹൈലിന്റെ സമയം കഴിഞ്ഞതിന് ശേഷം. അപ്പൊ സമയം കഴിഞ്ഞതിന് ശേഷം ആവുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദമു മുങ്കത്തിയായി. പിന്നെ എന്താണ്, തുഹറിന്റെ കാലയളവിനിടയിൽ എന്താണ് ആ സുഫറത്തോ കുതിരത്തോ കാണുന്നു, അതെന്താക്കുന്നില്ല, ഹൈലായി കൂട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ സമനിഹി എന്ന് പറഞ്ഞാല് ആ ഹൈലിലേക്ക് ലമീർ മടങ്ങുക. ഇങ്ങനെ ഇത് മുജ്മലാണ്. വൽ മുബയ്യനു ഔലാ മിൻഹു, ആയിഷ ബീവിന്റെ കൗല് മുബയ്യനാണല്ലോ. അപ്പൊ അതുകൊണ്ട് അത് ഔലയാണ്, അതിൽ ഇജ്മാലില്ല. ഈ പറഞ്ഞ ഒന്നിലധികം മാനക്ക് ഇഹ്തിമാലില്ല.
വമഖ്തലാഹുൽ മത്നു. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞു. ഇനി മത്തിന് തേടിയ ഒന്ന് മിൻ ജറയാനിൽ ഖിലാഫി ഫിൽ മുബ്തദഅത്തി വൽ മുഅ്തദത്തി ഫി അയ്യാമിൽ ആദത്തി വഗൈരിഹ ഹുവൽ മുഅ്തമദു. ഈ പറഞ്ഞ സുഫറത്തും കുദ്റത്തും ഹൈലാണെന്ന് പറഞ്ഞത് മത്തിന് പറഞ്ഞ അനുസരിച്ച് ആ പറഞ്ഞ ഖിലാഫ് ഏതിലൊക്കെ വരുന്നുണ്ട്? പിന്നെ മുബ്തദഅത്തിലും വരുന്നുണ്ട്, എന്ന പോലെ മുഅ്തദത്തിലും വരുന്നുണ്ട്, അവളുടെ ആദത്തിന്റെ ദിവസത്തിലും വരുന്നുണ്ട്, അതല്ലാത്തതിലും വരുന്നുണ്ട്. കാരണം അവിടെ സുഫറത്തും കുദ്റത്തും ഹൈലാണെന്ന് പറഞ്ഞിട്ട് അല്ലാതെ ഇത് ആദ്യമായി ഹൈലുണ്ടാകുന്ന പെണ്ണിനാണോ അല്ല പതിവായി എന്താണ് അങ്ങനെ ആദത്തുള്ള സമയത്താണോ പതിവായിട്ട് മുഅ്തദത്തായ പെണ്ണ് എന്ന് പറഞ്ഞാൽ മുമ്പ് ഹൈലുണ്ടായിട്ടുള്ള പെണ്ണ്. ആ പെണ്ണിന് അവൾക്ക് ദമുണ്ടാകുന്ന ആദത്തിന്റെ ദിവസം ഉണ്ടാവുമല്ലോ, എല്ലാ മാസവും 5-ാം തീയതി തുടങ്ങി 11-ാം തീയതി വരെ 14-ാം തീയതി വരെ എന്നിങ്ങനെ പറയുന്ന ആദത്തിന്റെ ദിവസത്തിലും ആകാം, അല്ല അതിന്റെ പുറത്തും ആകാം. അതിന്റെ പുറത്ത് എന്ന് പറഞ്ഞാല് ആ അക്സറുൽ ഹൈലിന്റെ ഉള്ളിലായിട്ടുണ്ടാകുന്നത്. ഇങ്ങനെ മുത്തലക്കായിട്ടാണ് മത്തനിൽ പറഞ്ഞത്. അത് ഹുവൽ മുഅ്തമദു, അതങ്ങനെ തന്നെയാണ്. ഖിലാഫൻ ലിമാ വഖഅ ഫി റൗളത്തി വഗൈരിഹാ, പിന്നെ റൗളയിലും വയറിലും ഉള്ളതിനെതിരായിട്ട്. റൗളയിലും വയറിലുള്ള എന്താ മൂനി പറഞ്ഞ് ഷെർവാനി ഉദ്ധരിച്ചിട്ടുണ്ട്. മഹല്ലുൽ ഖിലാഫി ഇദാ റഅത്ത് ദാലിക ഫി ഗൈരി അയ്യാമിൽ ആദത്തി ഫൈൻ റഅത്തുഹു ഫിൽ ആദത്തി ഖാല ഫിർ റൗള ജസ്മൻ. കണ്ടോ, ആദത്തിന്റെ ദിവസത്തിൽ, അതായത് പെണ്ണിന്. അപ്പൊ ഈ ഖിലാഫ് മുബ്തദഅത്തിലില്ല, മുഅ്തദത്തിലേ ഉള്ളൂ. മുഅ്തദത്തിൽ തന്നെ അയ്യാമുൽ ആദത്തിലേ ഉള്ളൂ. അപ്പോ എല്ലാ മാസവും എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞ പോലെ 5-ാം തീയതി മുതൽ 13-ാം തീയതി വരെ എന്ത് ചെയ്യുന്ന ഹൈലുണ്ടാകുന്ന പെണ്ണ്. അപ്പൊ ഈ അയ്യാമുൽ ആദത്ത് ഈ 5-13 ഇടയിലായിട്ട് എന്താണ് സുഫറത്തോ കുദ്റത്തോ കണ്ടു കഴിഞ്ഞാല് അത് ഹൈലാനുള്ളതിൽ ഖിലാഫ് ഇല്ല എന്നാണ് റൗളയിലുള്ളത്. അങ്ങനല്ല, അവിടെയുണ്ട് ഖിലാഫ്. ഇനി ഖീല സിയാഖുഹു യൂഹിമു, മത്തനിന്റെ സിയാഖ് എന്താണ് തോന്നിപ്പിക്കുന്നു, തെറ്റിദ്ധരിപ്പിക്കുന്നു. അന്നഹുമാ ദമുൻ, ഈ സുഫറത്തും കുദ്റത്തും ദമാണ് എന്ന് തോന്നിപ്പിക്കുന്നു. വൽ മഅറൂഫ് അന്നഹുമാ മാആനി, എന്നാലും മഅറൂഫ് അത് രണ്ടും മാ ആണ് എന്നാ. സുഫറത്തും കുദ്റത്തും ദമല്ല, പിന്നെ അത് രണ്ടും മാ ആണ്. മാ ഉന്നസ്ഫർ മാ ഉൻ ഖദർ എന്നാണ്. വലൈസാ ബി ദമിൻ എന്ന് ഷെയ്ഖ് അബൂ ഹാമിദ് പറഞ്ഞത് മജ്മൂഇൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ പിന്നെ ഇമാമുൽ ഹറമൈന് പറഞ്ഞത് വല്ലിമാം ഹുമാ ഷൈഉൻ കസ്സദീദി തഅലൂഹു സുഫറത്തുൻ വ ഖുദ്റത്തുൻ ലൈസ അലാ ലൗനിദ്ദിമായി എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്താണ്? ദമല്ല മാ ആണ് എന്നുള്ള അർത്ഥത്തിന്. എന്നാല് വയ്യാമു അല്ല ദമാനി ഇന്ത കീല പറഞ്ഞത് തോന്നിപ്പിക്കുന്നു. അങ്ങനെ ആ ദമല്ല ശരിക്കും ഇത് മാ ആണെന്ന് പറഞ്ഞ് കീല നിർത്തി. അപ്പൊ അതിന് മറുപടി പറയുന്നു വയ്യാമുഹൂലി താലിക്ക, മത്തിന് അല്ല ആ സിയാക്ക് യൂഹിമു സിയാക്കുഹു എന്നല്ലേ. അപ്പൊ സിയാക്ക് തോന്നിപ്പിക്കലിൽ താലിക്ക ദമാണ് എന്നതിനെ ഈഹാമ് ചെയ്യിക്കുക എന്ന് പറഞ്ഞ് മംനൂൻ, അത് സമ്മതിക്കൂല. എന്താ അത് പറഞ്ഞിട്ടില്ലല്ലോ. ദമാണെന്ന് തോന്നിപ്പിക്കൽ എങ്ങനെ? അലാ അന്ന നഫിയത് ദമവിയ്യത്തി അൻഹുമാ മിൻ അസ്ലിഹാ ലൈസ ബിസഹീൻ. പിന്നെ അതിനും പുറമെ ഇത് രണ്ടും ദമ തീരെ അല്ല, അത് രണ്ടും മാവ് മാത്രാണ് എന്നാണല്ലോ ഇപ്പൊ പറഞ്ഞത്. അതും സമ്മതിക്കാൻ പറ്റൂല. ഈ സുഫറത്തും കുദ്റത്തും ഉള്ളത് ദമാകുകയും ചെയ്യാം എന്നാ പറയുന്നത്. അപ്പൊ ദമെന്ന് തോന്നിപ്പിച്ചാലും കുഴപ്പമില്ല. അപ്പൊ മത്തിന്റെ സിയാക്കെന്ന് ദമാണെന്ന് കിട്ടുന്നില്ല, മാ ആണെന്ന് രണ്ടും കിട്ടുന്നില്ല. അങ്ങനല്ലേ? അതിനും പുറമെ അലാ അന്ന നഫിയത് ദമവിയ്യത്തി അൻഹുമ എന്ന് പറഞ്ഞാൽ സുഫറത്ത് കുദ്റത്തിന് തൊട്ട് ദമവിയ്യത്തിനെ നഫി ചെയ്ത് രണ്ടും ദമല്ല എന്ന് പറഞ്ഞത് മിന്നസ്ലിഹ, ഒരിക്കലും അങ്ങനെ ദമല്ല എന്ന് പറഞ്ഞാൽ ലൈസ ബിസഹീഹിൻ. പിന്നെ ഇനി ഫൈൻ അബറഹു, അപ്പൊ നേരത്തെ പറഞ്ഞ ഹൈലിന്റെ മസല, ഇനി ഇവിടെ ഫൈൻ അബറഹു മുതലാണ് ഇസ്തിഹാദത്തിന്റെ മസല പറയുന്നത്. ഇത് പറയാൻ വേണ്ടിയിട്ട് അവിടെ ഹൈലിന്റെ മസല എന്താണ് മുഖദ്ദിമയെ പറഞ്ഞതാ, തംഹീദായി പറഞ്ഞതാണ്. അപ്പൊ ഫൈൻ അബറഹു ഐദ്ദമു
അക്സറ, ആ അക്സറിനെ വിട്ടുകടന്നു. ഏതക്സർ? അക്സറുൽ ഹൈലായ 15 ദിവസം വിട്ടുകടന്നു എന്നർത്ഥം. അപ്പോ അക്സറുൽ ഹൈലായ 15 ദിവസം വിട്ടുകിടക്കുമ്പോ പിന്നെന്താ ഉണ്ടാകുക? അപ്പൊ അങ്ങനെ വിട്ടുകിടന്നാല് അക്സറഹു എന്നാണ് ഞാൻ വായിച്ച നുസ്ഖയിൽ. അക്സറാന്ന് ഹാ ഇല്ലാതെ ഉള്ളത്, ഹാ ഉള്ള വേറെ നുസ്ഖ ഉണ്ട്, അതല്ലേ ശരി. ഐദ്ദമു അക്സറഹു, ആ ഹൈലിന്റെ അക്സർ വിട്ടുകിടന്നാൽ, വലമ്യാബുറു അക്സറഹു എന്ന് നേരത്തെ പറഞ്ഞില്ല, എന്നെ വിളിച്ചെടുത്താണ്. അപ്പൊ അങ്ങനെ അക്സർ വിട്ടുകിടക്കുമ്പോ പല രീതിയിലാകാം. ഇമ്മാന്തക്കൂന മുബത്തദഅത്തൻ ഔ മുഅ്തദത്തൻ. മുബത്തദഅത്ത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ഹൈലുണ്ടാകുന്ന പെണ്ണ്. അത് 10 വയസ്സിലാകാം, 15 വയസ്സിലാകാം, 20 വയസ്സിലാകാം, 35 വയസ്സിലാകാം, 45, 50, 62 വരെ ആകാം, അല്ല അതിന്റെ ശേഷമാകാം എന്ന് പറഞ്ഞല്ലോ. പിന്നെ ഔ മുഅ്തദത്തൻ, മുഅ്തദത്ത് എന്ന് പറഞ്ഞാൽ മുമ്പ് ഒരിക്കലെങ്കിലും ഹൈലുള്ള പെണ്ണ്. ഒരു വട്ടം കൊണ്ട് ആദത്ത് സ്ഥിരപ്പെടുന്നാണല്ലോ. അപ്പൊ ഒരു വട്ടമെങ്കിലും ഹൈലുണ്ടായ പെണ്ണ്. ഇത് 2ാമത്തെ തവണയോ അല്ലെങ്കിൽ 10ഓ 100ാമത്തെ തവണയാണ് ഉണ്ടാകുന്നത്. അങ്ങനത്തെ 2ആളും ആകാം. കുല്ലും മിന്നുമ, ഈ മുഅ്തദത്തും മുഅ്തദത്തും ഓരോരുത്തരും ഇമ്മ മുമയ്യിസത്തുൻ ഔ ഗൈറു മുമയ്യിസത്തിൻ. അപ്പൊ മുമയ്യിസത്ത് തമ്മീസ്, അതായത് ആ ദമിന്റെ ഇടയില് വേർതിരിവ്, ഒന്നിലധികം സിഫത്തോടുകൂടെ വരിക, കവിയായും ലൈഫായും വരിക, അങ്ങനെ. അതാ അല്ലെങ്കിൽ തമ്മീസ് ഇല്ലാതെ ഒരേ 20 ദിവസം ഉണ്ടായി, 20 ദിവസം ഒരേ സിഫത്തിൽ തന്നെയാണ്. അങ്ങനെ ഗൈറു മുമയ്യിസത്തിന്. അപ്പൊ മുഅ്തദത്ത് മുമയ്യിസത്തുണ്ട്, മുഅ്തദത്ത് ഗൈറു മുമയ്യിസത്ത്, മുഅ്തദത്ത് മുമയ്യിസത്ത്, മുഅ്തദത്ത് ഗൈറു മുമയ്യിസത്ത്. ഫൽ മുഅ്തദത്തു, പിന്നെ ഒന്നും കൂടി ഉണ്ട്. മുഅ്തദത്തിന് അവളുടെ ആദത്ത് ഓർമ്മ ഉണ്ടാകുകയും ചെയ്യുക, ഇല്ലാതിരിക്കുകയും ചെയ്യുക, അങ്ങനെയും വരാലോ. അതാ വൽ മുഅ്തദത്തു ഇമ്മ ദാക്കിറത്തുൽ ലിൽ ഖദ്രി വൽ വഖ്തി, ആ സമയവും അളവും ഓർമ്മ ഉള്ളവളായിരിക്കും. അത് ഗൈറു മുഅ്തദത്ത് ഗൈറു മുമയ്യിസത്ത് എന്നർത്ഥം. കാരണം മുമയ്യിസ് തമ്മീസാണെങ്കിൽ പിന്നെ തമ്മീസിലേക്ക് മടക്കുക, അതുകൊണ്ട് പിന്നെ ആദത്തിലേക്ക് മടക്കൂല. അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്തു, മുഅ്തദത്ത് എന്നുള്ളിടത്ത് ഷർവാനി ഗൈറു മുമയ്യിസത്ത് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോ രണ്ടാമെന്ന് പറഞ്ഞ എന്ത് കൊല്ലുമിന്നുമായി മുമയ്യിസത്തിനോ ഗൈറു മുമയ്യിസത്തിന് എന്ന് പറയുമ്പോ നമ്മള് നാല് കിസ്മായി വരുമ്പോ 4ാമത്തത്. അപ്പൊ 4ാമത്തെ എന്താവും, ഇവൾക്ക് ദാക്കിറത്തുൽ ഖദ്രി, അവളുടെ സമയം അറിയാം, ഖദർ അളവ് അറിയാം. അതായത് 5 ദിവസം ഉണ്ടാവുക എന്ന് അറിയാം, അതാണ് ഖദർ എന്ന് പറഞ്ഞ. ഈ 5 ദിവസം എന്ന് തുടങ്ങി എന്ന് അവസാനിക്കും അതും അറിയാം. ഓരോ മാസത്തിലും 8-ാം തീയതി തുടങ്ങി 13-ാം തീയതി അവസാനിക്കും അതും അറിയാം. ഔ നാസിയത്തുൽ ലഹുമ, അല്ലെങ്കിൽ ഖദറും വക്തും രണ്ടും മറന്നവളാണ്. ഔലിയാഹദീമ, അല്ലെ 2-ൽ-1 മറന്നവളാണ്. അവ്വലു ഷഹ്റാണെന്നറിയാം, അതോ വക്തറിയാം, എത്ര ദിവസാന്നറിയില്ല. 1-ാം തീയതി മുതൽ തുടങ്ങുന്നവൾക്കറിയാം, എത്ര ദിവസാന്നറിയില്ല. അപ്പൊ വക്തറിയാലോ, ഖദർ അറിയില്ല. പിന്നെ അല്ലെങ്കിൽ 5 ദിവസം ഉണ്ടാകാന്നറിയാം, അത് അവ്വലു ഷഹറിലും അല്ല ആഖിറു ഷഹറിലും അല്ല, ഇടക്കാണ്. അപ്പൊ എത്രാം തീയതി മുതൽ എത്രാം തീയതി വരെ അതറിയില്ല. അപ്പൊ ഖദർ അറിയാം, വക്തറിയില്ല. ഇങ്ങനെ ഫൽ അഖ്സാമു സബഅത്തുൻ. അപ്പൊ മൊത്തം നോക്കുമ്പോ 7 ഖിസ്മുണ്ട്. ദാക്കിറത്തുൻ, നാസിയത്തുൻ. പിന്നെ അതായത് മുഅ്തദത്ത് മുമയ്യിസത്ത്, മുഅ്തദത്ത് ഗൈറു മുമയ്യിസത്ത്. ഇനി മുഅ്തദത്ത് മുമയ്യിസത്ത് അല്ലെ, പിന്നെ മുഅ്തദത്ത് ദാക്കിറത്ത്, മുഅ്തദത്ത് നാസിയത്ത്. അപ്പൊ അങ്ങനെ 5 അപ്പൊ ഷെർവാനിയെ കൊടുത്ത് ശരിയാവൂലല്ലോ, 7 മുഅ്തദത്ത് മുമയ്യിസത്ത് എന്ന പോലെ ഗൈറു മുമയ്യിസത്ത് 2. മുഅ്തദത്ത് മുമയ്യിസത്ത് ദാക്കിറത്ത് 1, മുഅ്തദത്ത് മുമയ്യിസത്ത് നാസിയത്ത് 1. അപ്പൊ 4ആയി. പിന്നെ മുഅ്തദത്ത് ഗൈറു മുമയ്യിസത്ത് ദാക്കിറത്ത്, മുഅ്തദത്ത് ഗൈറു മുമയ്യിസത്ത് നാസിയത്ത്. അപ്പൊ 6 ഫൽ അഖ്സാമു സബഅത്തുൻ അല്ലേ.
നാസിയത്തില് പിന്നെ രണ്ടും മറന്നോളും വരും, ഒന്നും മറന്നോളും വരും, അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ 7 ആവും. മുഅ്തദത്ത് മുമയ്യിസത്ത് ഗൈറു മുമയ്യിസത്ത് അതേ ഉള്ളൂ. പിന്നെ മുഅ്തദത്ത് ഗൈറു മുമയ്യിസത്ത് 1 മാത്രാക്ക. ശനവാനി പറയുമ്പോൾ വെച്ചാൽ അത് 3. പിന്നെ മുഅ്തദത്ത് മുമയ്യിസത്ത് ആവുമ്പോ മുഅ്തദത്ത് മുമയ്യിസത്ത് ആവുമ്പോ 3. മുഅ്തദത്ത് ഗൈറു മുമയ്യിസത്ത് ദാക്കിറത്തുൽ ലിൽ ഖദ്രി ലിൽ വഖ്താവുമ്പോ 4. ഇനി മുഅ്തദത്തുൻ ഗൈറു മുമയ്യിസത്തിൻ നാസിയത്തുൽ ലഹുമാ ആകുമ്പോ 5. പിന്നെ മുഅ്തദത്തുൻ ഗൈറു മുമയ്യിസത്ത് പിന്നെ നാസിയത്തുൻ ലി അഹദിഹിമാ എന്ന് പറഞ്ഞത് ലിൽ ഖദ്രി മാത്രം, ഖദർ മാത്രം മറന്നവള്, പിന്നെ വക്ത് മാത്രം മറന്നവള്. അപ്പൊ 7 ആയി. അപ്പൊ എന്താവും? ഗൈറു മുമയ്യിസത്ത് എന്ന് പറഞ്ഞാൽ ഷർവാനി പറഞ്ഞത് ഒത്തുവരികയും ചെയ്യും. ആയിക്കോട്ടെ. അപ്പൊ എന്ത്? നാസിയത്തുൽ ലഹുമാന്ന് നാസിയത്തുൽ ലി അഹദിഹിമാ എന്ന് പറഞ്ഞ 3 കിസ്മ വരും. അപ്പൊ 7 ആയി. ഫൈൻകാനത്ത് മുബ്തദഅത്തൻ ഐ അവല മബ്തദ അഹദ്ദമു. മുബ്തദഅത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. അവല ആദ്യമായിട്ടാണ് ഇബ്തദഅഹ അവൾക്ക് തുടങ്ങിയത് അദ്ദമു മുമയ്യിസത്തൻ. അപ്പൊ ഇങ്ങനത്തെ മുമയ്യിസത്താണ് എന്നുണ്ടെങ്കിൽ, അതായത് അക്സറുൽ ഹൈദ് വിട്ടു കടന്ന് മുമയ്യിസത്താണ്, മുബ്തദഅത്താണ്. ബി അൻ തറാ ഖവിയ്യൻ വലഈഫൻ. ഖവിയ്യായും ലഈഫായും കാണുക. ഈ ഖുവ്വത്തുൽ ദുഅഫ് എങ്ങനെയാണ് സ്ഥിരപ്പെടുക എന്നുള്ളത് ശേഷം പറയുന്നുണ്ട്. അപ്പൊ ഖവിയ്യായ ലഈഫായി കാണുക എന്ന് പറഞ്ഞാൽ അസ്വദും അഹ്മറും പോലെ, അതൊരു ഉദാഹരണമാണ്. പിന്നെ അപ്പൊ അസ്വദ് ഖവിയ്യാണ്, അഹ്മർ ലഈഫാണ്, ഇങ്ങനെ കാണുക. അത് ബി അൻ എന്ന് പറഞ്ഞതിന് തഫ്സീറുൽ ലി മുത്ലഖിൽ മുമയ്യിസത്തി ലാ ബി ഖൈദി കൗനിഹാ മുബ്തദഅതൻ ഉണ്ടോ. അപ്പൊ ബി അൻ തറാ ഖവിയ്യൻ വലഈഫൻ എന്ന് പറഞ്ഞ് മുമയ്യിസത്ത് തമ്മീസിന്റെ സൂറത്താണ്, തഫ്സീറാണ്, അല്ലാതെ മുബ്തദഅത്താകുക എന്നുള്ളതല്ല. അപ്പൊ ഈ മുഅ്തദത്തിലും തമ്മീസ് പറയുമ്പോ ഇത് തന്നെയാണ്. ഫലഈഫ് ഇസ്തിഹാലത്തുൻ. അപ്പൊ ലഈഫ് തമ്മീസിലേക്ക് മടങ്ങുക. അപ്പൊ ലഈഫ് ഇസ്തിഹാലത്താണ്. വൈൻ താല, എത്ര നീണ്ടാലും എന്ന് പറഞ്ഞാല് 1 മാസം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു 6 മാസം ഉണ്ടായിരുന്നു. ആ 6 മാസം ഉണ്ടെങ്കിൽ 6 മാസത്തെ ലഈഫ് ഇസ്തിഹാലത്ത. വൽ ഖവിയ്യു ഹൈദുൻ. ഖവിയ്യിന് അത് ഹൈലാണ്. ഹൈലാക്കണമെങ്കിൽ ഷർത്തുണ്ടല്ലോ, നിബന്ധന ഉണ്ട്. അതാ ഇല്ലം യൻഖുസിൽ ഖവിയ്യു അൻ അഖല്ലിഹി അയിൽ ഹൈദി വലാ അബറ അക്സറഹു. കണ്ടോ, എന്തിനാ അത് ഇങ്ങനെ അക്കല്ലിനേക്കാൾ കുറയുകയും ചെയ്യരുത്, അക്സർ വിട്ടുകിടക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞ്. അതിൽ യുംകിന ജാലുഹു ഹൈലൻ. ഹൈലാക്കൽ മുംകിനാകാൻ, ഹൈലാക്കണമെങ്കിൽ അതിന്റെ അക്കല്ലില് കുറയാനും അക്സറിൽ കൂടാനും പാടില്ലല്ലോ. പിന്നെ വലാൻ അക്കസൽ ലഈഫ് അൻ അഖല്ലി തുഹ്രി. അതാ ലഈഫ് അഖല്ലു തുഹറിനെ തൊട്ട് കുറയാനും പാടില്ല. ഇസ്തിഹാലത്താക്കണം എന്നുണ്ടെങ്കിൽ അത് തുഹർ സമയത്ത് രോഗം നിമിത്തമായി കാരണമായി പുറപ്പെടുന്ന രക്തല്ലേ. അപ്പൊ അത് അഖല്ലു തുഹറിനേക്കാൾ കുറയാനും പാടില്ല. ലഈഫ് 15 ദിവസം വേണം, എന്നാലേ അത് ഇസ്തിഹാലത്തായി വെക്കുള്ളൂ. ഓഹുവ 15 യൗമം വിലാഅൻ. തുടരെ വേണം താനും. അപ്പോ ലഈഫും കവിയും ഇടക്കിടക്ക് ഇങ്ങനെ കണ്ടാലും മാറി മാറി വന്നാൽ അത് പോരാ. ഈ ലൈഫ് 15 ദിവസം തുടരുണ്ടാകണം വേണം. കാരണം അഖല്ലു തുഹർ അങ്ങനെ തുടരുണ്ടാകുന്നതാണല്ലോ. ലിയുജഅല തുഹ്റൻ ബൈനൽ ഹൈലത്തൈനി. പിന്നെ ലഈഫ് ആക്കപ്പെടാൻ വേണ്ടി 2 ഹൈലത്തിന്റെ ഇടയിലുള്ള തുഹർ കാലാവധി ആക്കുക. അപ്പോഴാണല്ലോ ഇസ്തിഹാലത്ത് ഉണ്ടാകുക. അപ്പൊ ഫലവിഖ്തല്ല ഷർത്തും മിമ്മാദുക്കിറ. ഇപ്പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഷർത്ത് ഹലല് വന്നാൽ, അക്കല്ല് ഹൈലായിട്ട് അക്കല്ല് ആ കവിയെ അക്കല്ലുൽ ഹൈദിനേക്കാൾ കുറഞ്ഞു, അല്ലെ അക്സറുൽ ഹൈദിനേക്കാൾ വിട്ടുകിടന്നു, അല്ലെങ്കിൽ ലഈഫ് അക്കല്ലു തുഹർ എത്തിയില്ല, അല്ലെങ്കിൽ അത് തുടർച്ചയായില്ല, ഇങ്ങനെയൊക്കെ വന്നാൽ കാനത്ത് ഫാഖിദത്തൻ ഷർത്ത തമ്മീസിൻ. അവള് തമ്മീസിന്റെ ഷർത്ത് ഇല്ലാത്തവളാവും. അപ്പൊ തമ്മീസ് ഇല്ലാത്തവള് മുത്തഹയ്യിറത്ത് എന്ന് പറയാ. അതാ വസയത്തി ഹുക്കുമു ഹാ, അവളുടെ ഹുക്കുമു വരുന്നുണ്ട്. കഅൻ റഅത്ത് യൗമൻ അസ്വദ വ യൗമൻ അഹ്മറ വഹകദ. അപ്പൊ തുടരല്ലോ. ഒരു ദിവസം കടുപ്പ് ചോപ്പ് കവിയായ അസ്വദ്, ഒരു ദിവസം അഹ്മർ അത് ലഈഫ്. അപ്പൊ തുടരെ 15 ദിവസം കിട്ടൂല. ലിഅദ്മിത്തിസാലിൽ ലഈഫി. കാരണം എന്താ, ഇത് തമ്മീസ് ഇല്ലാത്തതിന്റെ ഉദാഹരണം പറയാൻ കാരണം എന്താ, അവിടെ
ഇത്തിസാല് വേണം എന്ന് പറഞ്ഞ ഷർത്തില്ല. ലൈഫ് മുത്തസിലായി വന്നിട്ടില്ല. അതുകൊണ്ട് ബിഖിലാഫി മാലൗറാഅത്ത് യൗമൻ വലൈലത്തൻ അസ്വദ സുമ്മ അഹ്മറ മുസ്തമിറൻ സിനീന കസീറത്തൻ. കണ്ടോ, ഒരുത്തി കാണുന്നതിനെതിരായിട്ട് അവള് ഒരു ദിവസം യൗമും വലൈലത്തെ അസ്വദ് കണ്ടു കവി. അപ്പൊ അത് അക്കല്ലുൽ ഹൈദിനേക്കാൾ കുറഞ്ഞിട്ടില്ല, അക്സറുൽ ഹൈദിനേക്കാൾ വിട്ടുകടന്നിട്ടില്ല. പിന്നെ അഹ്മർ കണ്ടു മുസ്തമിറൻ സിനീന കസീറത്തൻ, പിന്നെ വർഷങ്ങളോളം എന്ത് ചെയ്തു അഹ്മർ തന്നെ കണ്ടൂന്ന. സിനീനൻ കസീറത്തൻ എന്ന അലിഫോട് കൂടെ ഉണ്ട് ചില നുസ്ഖയില്, ചിലയില് സിനീന അലിഫില്ലാതെ കസീറത്തൻ. പിന്നെ അപ്പോ കുല്ലഹു തുഹ്റുൻ, ഇവിടെ ഈ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന 10 കൊല്ലാണെ 10 കൊല്ലം നീണ്ടു നിൽക്കുന്ന ലൈഫ് തുഹ്ർ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അത് ഇസ്തിഹാലത്താണ് എന്നർത്ഥം. കാരണം എന്താ, അന്ന അക്സറ തുഹ്രി ലാ ഹദ്ദലഹു, അക്സർ തുഹറിനെ ഹദ്ദില്ലല്ലോ, അപ്പൊ എത്രയും നീളാമല്ലോ എന്നുള്ളതാ. ഇനി വൈന്നമാ യുഫ്തഖറുലിൽ ഖൈദി സാലിസി, മൂന്നാമത്തെ ഖൈദിലേക്ക് ആവശ്യമാകുക. ഏതാണ് മൂന്നാമത്തെ ഖൈദ്? വലാ നഖസൽ ലഈഫു അൻ അഖല്ലി തുഹരി എന്ന് പറഞ്ഞില്ലേ, അത് അഖൈദിലേക്ക് ആവശ്യമാകലപ്പോഴാ യുഫ്തഖറു കമാ ഖാലഹുൽ മുത്തവല്ലി. ഇന്നമാ യുഗ്തഫറുന്ന വേറെ നുസ്ഖയിലുള്ള യുഗ്തഫറു അല്ല യുഫ്തഖറുന്ന കമാ ഖാലഹുൽ മുത്തവല്ലി. ഇമാം മുത്തവല്ലി റഹിമഹുല്ലാ പറഞ്ഞ പോലെ ഇനിസ്തമറ ദമു, അത് ദമു മുസ്തമിറാകുമ്പോഴാണ്. അക്കല്ല് എന്താകരുത്, അല്ല ഈ പറഞ്ഞ ലൈഫ് അക്കല്ല് തുഹറിനേക്കാൾ കുറയരുത് എന്ന് പറഞ്ഞത്. ബിഖിലാഫി മാലൗറഅത്ത അശറത്തൻ സവാദൻ, ദമു മുസ്തമിറാകുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ശേഷം പറയുമ്പോ തിരിയും. അതായത് ഇവള് കണ്ടു അശറത്തൻ സവാദം, 10 ദിവസം എന്ത് ചെയ്തു സവാദ് കണ്ടു. സുമ്മ അശറത്തൻ ഹുമ്രത്തൻ, അപ്പൊ സവാദ് എന്ന് പറഞ്ഞാൽ കവിയാണല്ലോ. പിന്നെ 10 ദിവസം ഹുമ്രത്ത്. എന്ത് അപ്പൊ ആ 10 എന്നുള്ളത് പിന്നെ മസലൻ 12 ദിവസം ആയിക്കോട്ടെ. പിന്നെ അപ്പൊ ഈ 10 എന്ന് പറയുന്നത് അക്കല്ല് തുഹറിനേക്കാൾ കുറവാണല്ലോ അല്ലെ. അപ്പൊ ഹുമ്രത്ത് അല്ലെങ്കിൽ എന്താണ് കുദ്റത്ത് ഇങ്ങനെ കണ്ടു. അപ്പൊ മസല എന്നുള്ളത് ഹുമ്രത്തിലേക്കും മടക്കാം. പിന്നെ അശറത്ത് എന്ന് പറഞ്ഞത് സംഗതി മസല തന്നെയാണ്. 12 ദിവസമാണല്ലേ 8 ദിവസമാണെന്നാലും മതിയല്ലോ. വങ്കത്ത, പിന്നെ ദമു മുങ്കത്തിയായി. അപ്പൊ ഇസ്തമറ ദമു എന്ന് പറഞ്ഞിട്ടുണ്ടായില്ല. ഫഇന്നഹ തഅമലു ബിതമ്മീസിഹ, അവള് തമ്മീസ് കൊണ്ട് അമൽ ചെയ്യും. നഖ്സിൽ ലൈഫ് അൻ 15 കണ്ടോ, 15-നേക്കാൾ കുറവാണ് ലൈഫ് എന്നതോടുകൂടെ. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 10 ദിവസം ഹൈല്, പിന്നത്തെ ഹുമ്രത്ത് കണ്ട 10 ദിവസം എന്താണ് അത് ഇസ്തിഹാദത്തായി തന്നെ വെക്കും എന്നാണ്. അപ്പൊ ഇവിടെ അത് 15 ദിവസത്തിൽ കുറഞ്ഞ് എന്നതോടുകൂടെ അങ്ങനെ വെക്കും അല്ലെ. അപ്പൊ ദമു മുസ്തമിറാകുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ 10 ദിവസം 15 ദിവസം 20 ദിവസം എന്നതിൽ എന്താകുന്നില്ല, മുങ്കത്തി ആകുന്നില്ല എന്നർത്ഥം. അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ആ ഇസ്തമറ എന്ന് പറഞ്ഞാല് ആ 15 ദിവസം വരെ മുസ്തമിറായി എന്നാണ് അവിടെ ഷെർവാനി അർത്ഥം പറഞ്ഞത് അല്ലെ. ആയിക്കോട്ടെ, ആ ഇസ്തിമ്രാറിന്റെ അർത്ഥം 15 ദിവസം. ഇനിസ്തമറ അദ്ദമു എന്ന് പറഞ്ഞെടുത്ത് ഷെർവാനി മാ ലാബിത്തുൽ ഇസ്തിമ്രാരി ഹുന ഇബ്നു ഖാസിമിനെ തൊട്ട് നക്കൽ ചെയ്ത്. വൽമഫ്ഹൂമു മിൻ കലാമിഹിം വമിൻ ഖൗലി ശാരിഹി മിൻ മഅ നഖ്സി ഇലാ ആഖിരി അന്നൽ മുറാദ ബിൽ ഇസ്തിമ്രാരി ഹുന അല്ലാ യൻഖുസ മിൻ 15 എന്നാണ്. അതാണ് ഇസ്തിമ്രാറിന്റെ അർത്ഥം. 15 ദിവസത്തിൽ കുറയാതെ നിലനിൽക്കുക. അപ്പൊ 20 ദിവസം കഴിഞ്ഞ് മുങ്കത്തി ആയാലും കുഴപ്പമില്ല, അത് ഇസ്തിമ്രാറാണ്. അല്ലെ 1 മാസം കഴിഞ്ഞ് മുങ്കത്തി ആയാലും അത് ഇസ്തിമ്രാറാണ്. അല്ല മരിക്കോളം നിലനിൽക്കുക എന്നതിനർത്ഥമില്ല എന്ന്. ഇനി വക്കദാ ലൗറാഅത്ത് 5 അസ്വദ സുമ്മ 5 അസ്ഫറ സുമ്മ 6 അഹ്മറ ഔ 7 അസ്വദ സുമ്മ 7 അഹ്മറ സുമ്മ 3 അസ്വദ. അല്ല അപ്പൊ പിന്നെ 2 രൂപം പറയുന്നു. ഇപ്പോലെ തന്നെയാണ് ലൗറാഅത്ത് 5 അസ്വദ, 5 ദിവസം അസ്വദ് കവിയായത് കണ്ടു. സുമ്മ 5 അസ്വറ, പിന്നെ 5 ദിവസം സുഫറത്തോടു കൂടെയാണ്. സുമ്മ 6 അഹ്മറ, പിന്നെ എന്താണ് 6 ദിവസം അഹ്മറായി. അപ്പൊ 3 സിഫത്തിലായല്ലോ, 5 5 പിന്നെ 6. പിന്നെ ഔ 7 അസ്വദ, അല്ലെങ്കിൽ തുടക്കം 7 ദിവസം അസ്വദാണ്. സുമ്മ 7 അഹ്മറ,
പിന്നെ 7 ദിവസം അഹ്മറാണ്. സുമ്മ സലാസത്തൻ അസ്വദ, പിന്നെ 3 ദിവസം അസ്ബദ്. അപ്പൊ ഇത് ആദ്യത്തെ രൂപത്തിൽ മൊത്തം 16 ദിവസം അല്ലെ. രണ്ടാമത്തെ രൂപത്തിലോ 7 7 14 3 17 ദിവസമുണ്ട് അല്ലെ. ഇതില് മൊത്തം അത്രയും ദമുണ്ട് എന്നർത്ഥം. സുമ്മ സലാസത്തൻ അസ്വദ എന്ന് പറയുമ്പോ അല്ലെ സുമ്മ സിത്തത്തൻ അഹ്മറ എന്ന് പറഞ്ഞാൽ അതോടുകൂടെ അവസാനിച്ചു എന്നാ. അപ്പൊ 16 ദിവസമാണ് മൊത്തം ഉള്ളത്, മറ്റേ 17 ദിവസമാണ്. അപ്പൊ എന്തായി, അക്സറുൽ ഹൈദ് വിട്ടു കടന്നു, മൊത്തത്തിൽ വിട്ടു കടന്നല്ലോ. ഫത്താമലു ബി തമ്മീസിഹ, ഇപ്പൊ ഇവളും എന്താണ് തമ്മീസ് കൊണ്ട് അമൽ ചെയ്യും. അപ്പൊ തമ്മീസ് കൊണ്ട് അമൽ ചെയ്യുമ്പോ അപ്പൊ കഥ എന്ന് പറഞ്ഞത് ഏത് ബി ഖിലാഫി മാലഹുറത്തൻ സവാദൻ എന്ന് പറഞ്ഞ അതിലേക്കാണ് മടങ്ങുന്നത്. അപ്പൊ അവിടെ സവാദ് കൊണ്ട് അമൽ ചെയ്യും. എന്തോടുകൂടെ നക്സിൽ ലഈഫ് എൻ 15 എന്ന് പറഞ്ഞില്ലേ. ഇവിടെയും ലഈഫ് 15 ദിവസം ഇല്ലല്ലോ. പിന്നെ രണ്ടും കൂടെ കൂട്ടിയാൽ 15 ദിവസമേ ഉള്ളൂ. അസ്വദ് കഴിഞ്ഞിട്ട് രണ്ടും കൂടെ കൂട്ടിയാൽ അസ്ഫറും അഹ്മറും ആദ്യത്തേല് 5 6 15 ദിവസമല്ലേ ഉള്ളൂ. രണ്ടാമത്തേലോ 7 3 10 ദിവസമേ ഉള്ളൂ. അപ്പൊ എന്നതോടുകൂടെ തമ്മീസ് കൊണ്ട് അമൽ ചെയ്യും. ഫഹൈലുഹ അൽ അസ്വദുൽ അവ്വൽ. അപ്പൊ ഈ 2 രൂപത്തിലും ഹൈല് ഒന്നാമത്തെ അസ്വദ് മാത്രമാണ്. അലൽ മുഅ്തമദില്ലദി സഹഹഹു ബിത്തഹ്ഖീഖി വജറ അലൈഹി അക്സറുൽ മുതഅഖിരീൻ വമഹല്ലുഹു ഇൻഖതഅ ലിമാ തഖററ അനിൽ മുതവല്ലി. അപ്പൊ ഈ പറഞ്ഞതിന്റെ മഹല്ല് തമ്മീസ് കൊണ്ട് അമൽ ചെയ്യും എന്ന് പറഞ്ഞത് ദമു മുൻകത്തി ആയാലാണ്. അത് ഞാൻ പറഞ്ഞ എന്താണ്, ഈ പറഞ്ഞ 3 പിന്നെ അവസാനത്തെ 6 ദിവസം അഹ്മർ എന്ന് പറഞ്ഞില്ലേ, അത് 6 ദിവസം കൊണ്ട് മുൻകത്തിയായ ദമു, പിന്നെ ദമില്ല. അതുപോലെ സുമ്മ സലാസത്തന്നെ സുദ എന്ന് പറഞ്ഞാൽ അവിടെ മുൻകത്തിയാവുമ്പോഴാണല്ല. ഇസ്തിമ്രാർ ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ മറ്റേ ഹുക്കുമാവും. അത് ലിമാ തഖററ മുത്തല്ലി വയില്ല. അങ്ങനെ മുൻകത്തിയാകുന്നില്ലെങ്കിൽ വയ്യ വാക്കിദത്തുൻ ഷർത്ത തമ്മീസിൻ, അവള് തമ്മീസിന്റെ ഷർത്ത് ഇല്ലാതാക്കിയവളാണ്. അപ്പൊ അവളുടെ ഹുക്കുമു ശേഷം വരുന്ന നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ അപ്പോ എല്ലാ മാസവും 1 ദിവസം ഹൈലാണ് എന്നുള്ളതാണ് മുത്തഹീറത്തിന്റെ ഹുക്കുമ്. ബാക്കി ദിവസങ്ങൾ എന്താവും, പിന്നെ ഇസ്തിഹാദത്തായി കൂട്ടും. അപ്പൊ ഈ അസ്വദിൽ നിന്നുള്ള ദമു മുൻകത്തി ആകുന്നില്ലെങ്കിൽ ഈ അസ്വദിൽ നിന്നുള്ള 1 ദിവസം മാത്രം ഹൈലായിട്ടാണ് കൂട്ടുക. ഇനി വലൗറാത്തി യൗമൻ വലയിലത്തിന്, അപ്പൊ ഇനി ഒരു പെണ്ണെന്താണ് 1 ദിവസം 1 രാത്രിയും പകലും അസ്വദ, പിന്നെ ഫാഹ്മറ, അതിന്റെ ശേഷം പിന്നെ അഹ്മറാണ്. ഫൈനിങ്കത്ത കബല 15. അപ്പൊ ഇത് മൊത്തത്തില് അസ്വദ് അഹ്മറും കൂടി 15 ദിവസമായ അക്സറുൽ ഹൈദിന്റെ മുമ്പ് തന്നെ മുൻകത്തിയായി. ഫൽക്കുല്ലു ഹൈദുൻ, അപ്പൊ മുഴുവൻ ഹൈദാണ് അല്ലെ. ഇവിടെ അസ്വദ് അഹ്മറുമായിട്ട് കവിയും ലൈഫുമായിട്ടാ കണ്ടത്. പക്ഷെ എന്താണ്, അത് അക്സർ എത്തിയിട്ടില്ലല്ലോ, അക്സറുൽ ഹൈദ് എത്തിയിട്ടില്ലല്ലോ. ഇപ്പൊ നമ്മള് പറഞ്ഞത് അക്സർ വിട്ടുകിടക്കുന്ന സമയത്താണ്. ഫൈൻ അബറഹു എന്ന് പറഞ്ഞില്ല, അതിലെ തറസാണ്. ഇവിടെ ഉബൂറില്ല, അതാണ്. അപ്പൊ എന്തായി, മൊത്തം ഹൈലാണ്. വൈൻ ജാവസ. അപ്പൊ ഇനി വിട്ടുകിടന്നാലോ, യൗമുലൈലത്ത് ഇങ്ങനെ കണ്ട്, പിന്നെ അഹ്മർ കണ്ട്, പിന്നെ അസ്വദ് കണ്ട്, പിന്നെ അഹ്മർ കണ്ട്, ഇങ്ങനെ പോയി. അല്ല, ഇടവിട്ടല്ല. ആദ്യം 1 ദിവസം എന്താണ് അസ്വദ് കണ്ടു, പിന്നെ അഹ്മർ കണ്ട്. ആ അഹ്മർ മുസ്തമിറായി എന്നർത്ഥം. അവിടെ മുൻകത്തിയായില്ല. 15 ദിവസത്തിന് മുമ്പ് മുൻകത്തിയായില്ല, 15 ദിവസം വിട്ടു കടന്നു. അതാ വൈൻജാവസ അമിലത്ത് ബി തമ്മീസിഹ. അപ്പൊ തമ്മീസ് കൊണ്ട് അമൽ ചെയ്യും. ഫഹൈലുഹ അൽ അസ്വദു, അപ്പൊ അവളുടെ ഹൈല് ആദ്യത്തെ 1 ദിവസമാണ്. തഖലി അയ്യാമൽ അഹ്മരി. അപ്പൊ പിന്നെ അഹ്മറിന്റെ ദിവസം എന്താക്കണോ, അഹ്മറിന്റെ ദിവസം ഇവള് നിസ്കരിക്കാൻ തുടങ്ങാൻ പറ്റൂലല്ലോ. കാരണം 15 ദിവസം വിട്ടു കിടക്കുന്നുണ്ടോ ഇല്ലേ എന്ന് ഇവള് പ്രതീക്ഷിച്ചിരിക്കണമല്ലോ. വിട്ടു കിടക്കുന്നില്ലെങ്കിൽ മൊത്തം ഹൈലാണ്. വിട്ടു കിടന്നാൽ എന്താണ്, ഈ 1 ദിവസത്തിന്റെ ശേഷമുള്ളത് ഇസ്തിഹാലത്വമാണ്. അപ്പോ ആ ദിവസം കളാവ് കിട്ടണം, നിസ്കാരമൊക്കെ കളാവ് കിട്ടണം. അതാ പറഞ്ഞത് തഖലി അയ്യാമൽ അഹ്മരി. അത് നിസ്കരിക്കാൻ പറ്റൂല. 15 ദിവസം കഴിയുമ്പോഴാണ് ആ 1 ദിവസത്തിന്റെ ശേഷമുള്ള ഇസ്തിഹാലത്താണെന്നുള്ള ബോധ്യപ്പെടുന്നത്. അപ്പൊ എന്താക്കണം, നിസ്കാരം കളാവ് കിട്ടണം. വഫിഷഹിരിസാനി, ഇതിപ്പോ 1 മാസം അങ്ങനെ ഉണ്ടായത്. വഫിഷഹിരിസാനി, അതിന്റെ തൊട്ടടുത്ത മാസം എന്താണ്, ബി മുജറദി ഇൻഖിലാബിൽ അഹ്മരി തൽതസിമു അഹ്കാമത്ത് തുഹ്രീന. 2ാമത്തെ മാസം ഇവൾക്ക് ഇതുപോലെ തന്നെ ഉണ്ടായി അഹ്മർ. ആദ്യം അസ്വദ് ഉണ്ടായി 1 ദിവസം, എന്നിട്ട് അഹ്മർ ഉണ്ടായി. അപ്പൊ അഹ്മർ തുടങ്ങുന്നത് മുതൽ തുഹറിന്റെ ഹുക്കുമ് പാലിക്കണം എന്ന് പറഞ്ഞാല് കഴിഞ്ഞ മാസത്തെ ആദത്തനുസരിച്ച് ഇവൾക്ക് എന്താണ് 1 ദിവസം കഴിഞ്ഞുള്ളത് പിന്നെ ഇസ്തിഹാദത്തായിരുന്നല്ലോ. അപ്പൊ 2ാമത്തെ മാസം
അതനുസരിച്ച് വേണം പോകാൻ. 15 ദിവസം വരെ കാത്തിരിക്കരുത്, നിസ്കാരം ഒന്നും ഒഴിവാക്കരുത് എന്ന്. ഇൻകിലാബിൽ അഹ്മരി എന്ന് പറഞ്ഞാൽ ഇൻകിലാബി ദമി ഇലൽ അഹ്മരീന്ന്, ദമു മുങ്കലിബായി മാറി എന്തിലേക്ക്, അഹ്മറിലേക്ക് മാറിയത് മുതൽ തുഹറിന്റെ ഹുക്മു പാലിക്കണം. ഇസ്തിഹാലത്താണെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ കട്ടലും കുളിക്കലും കഴുകലും എല്ലാം ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി ഖുവ്വത്തുൽ ഉൾഫ് എങ്ങനെ അറിയുക? ഖവിയാണോ ലൈഫാണോ എന്നല്ലേ പറഞ്ഞത്. അഥവാ തുറഫുൽ ഖുവ്വത്തു വൽ ഉൾഫു അല്ലെ വൽ ഉൾഫു ബില്ലൗനി, നിറം കൊണ്ടറിയാം. അതാണല്ലോ ഇപ്പൊ നമ്മള് പറഞ്ഞത് എന്ത് അസ്വദ് അഹ്മർ എന്ന് പറഞ്ഞത്. അപ്പൊ ഫഅഖ്വാഹു അൽ അസ്വദു, അതിലേറ്റവും ഖുവ്വത്തുള്ളത് അസ്വദാണ്. വമിൻഹു മാഫീഹി ഖുതൂത്തുൻ സവാദുൻ, അതില് ആണെന്ത് കറുത്ത വര ഉള്ളത് ഏതിൽപ്പെട്ടതാണ്? അത് അസ്വദായിട്ടാ കൂട്ടുക. അതായത് ആ മൊത്തം എന്താണ്, ആ സവാദായിട്ടല്ല കാണുന്നത്, ആ രക്തം കറുത്ത രക്തമായിട്ടല്ല കാണുന്നത്. പിന്നെ അത് പിന്നെ കറുത്ത വര, ചുവന്ന രക്തം തന്നെ, അതിൽ കറുത്ത വരണ്ട്. എന്നാലോ അപ്പൊ അത് കറുത്ത വരണ്ട്, എന്നാൽ അത് ഈ പറഞ്ഞ അസ്വദിലായിട്ടാ കൂട്ടുക, അങ്ങനെ പറഞ്ഞു. പിന്നെ ഫൽ അഹ്മർ, അത് കഴിഞ്ഞ അസ്വദ് കഴിഞ്ഞാൽ പിന്നെ അഹ്മറാണ്. അത് ഖുവ്വത്തുള്ള തന്നെയാണ്, പക്ഷെ അസ്വദിനെ അപേക്ഷിച്ച് ലൈഫാണ് നടത്താം. പിന്നെ അഷ്കർ എന്ന് പറഞ്ഞാൽ ചോപ്പ് തന്നെയാണ്, പക്ഷെ അതിന് വെളുപ്പ് കലർപ്പുണ്ടാവും, ഒരു വെളുപ്പിലേക്ക്. മറ്റേത് കറുപ്പിലേക്കാണല്ലോ. ആദ്യം പറഞ്ഞ അസ്വദ് എന്ന് പറഞ്ഞാൽ കറുപ്പിലേക്കാ ചായ്വ്, അതിന്റെ നേരെ എതിരാണ് അഷ്കർ എന്ന് പറഞ്ഞാൽ വെളുപ്പിലേക്ക് ചാഞ്ഞ ചോപ്പ്. ഫല്ലസ്ഫറു, അത് കഴിഞ്ഞാൽ പിന്നെ മഞ്ഞ. ഫല്ലക്തറു, പിന്നെ ഇങ്ങനെ കലർപ്പുള്ളത്. ഇത് ലൗനു കൊണ്ടറിയാം. വബി സഹാനത്തി, സാന്ദ്രത കൂടുക, കട്ടി കൂടുക കുറയുക, അതുകൊണ്ടും അറിയാം. കട്ടി കൂടിയ രക്തവും കട്ടി കുറഞ്ഞ നേർത്ത രക്തവും അങ്ങനെയും ഖുവ്വത്തുള്ളവർക്ക് അറിയാം. വരീഹൽ കരീഹി എന്ന പോലെ കരീഹായ വാസന, ദുർഗന്ധം കൊണ്ടും അറിയാം. അപ്പൊ കുറെ ദിവസം ദുർഗന്ധം ഉണ്ടാവും, പിന്നത്തെ ദിവസങ്ങളിൽ ദുർഗന്ധം ഉണ്ടാവില്ല. അപ്പൊ റായിയത്തും കരിയത്തില്ലെങ്കിൽ അത് ലൈഫാണുള്ളത്, കവിയുമാണ്. ഇങ്ങനെ വമാലഹു സലാസു സിഫാത്തിൻ, അപ്പൊ ഇങ്ങനെ 3 എണ്ണം കൊണ്ട് തിരിയും എന്നല്ലേ പറഞ്ഞു. 3 ഉണ്ടെങ്കിലോ അത് ഏറ്റവും ഖുവ്വത്തുള്ളതാണ്. 2 സിഫത്തുള്ളതിനേക്കാൾ അക്കവയാവുമല്ലോ. അത് മാലഹു ഒരു ദമ്, അതിന് സലാസു സിഫാത്തിൻ 3 സിഫത്തുണ്ടെങ്കിൽ ഏതുപോലെയൊക്കെ അസുവദ സഹീനിൻ മുന്തിനിൻ, സവാദാണ് അസുവദ്, സഹാനത്തിന്റെ സഹീനിൻ ഭയങ്കര കട്ടിയാണ്, മുന്തിനിൻ ദുർഗന്ധമുള്ളതുമാണ്. അക്വ മിമ്മാ ലഹു സിഫത്താനി ക അസുവദ സഹീനിൻ, അല്ലെങ്കിൽ ഔ മുന്തിനിൻ. അപ്പൊ എന്താവും? അസുവദ മുന്തിനിൻ എന്നും ആകാം, സഹീനിൻ മുന്തിനിൻ എന്നും ആകാം. 2 സിഫത്താണല്ലോ അല്ലെ. വമാ ലഹു സിഫത്താനി, ഒരു ദമ്, അതിന് 2 സിഫത്തുണ്ട്. അത് അക്വ മിമ്മാ ലഹു സിഫത്തുൻ, അതിന് ഒരു സിഫത്തുള്ള ദമിനേക്കാൾ അക്വയാണ് എന്നും പറഞ്ഞു. ഫൈൻ തആദല, അപ്പൊ 2ലും 2 സിഫത്താണുള്ളതെങ്കിലോ തുല്യമായാൽ, 2 ദമും തുല്യമായാൽ, അങ്ങനെ സിഫത്തിന്റെ എണ്ണത്തിൽ തുല്യമായി. അതുപോലെ അസുവദ സഹീനിൻ ഉണ്ട്, അവിടെ സവാദുണ്ട് സഹാനത്തുണ്ട്. മറ്റേ രക്താണെങ്കിലോ പിന്നെ അങ്ങനെ 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ പുറപ്പെടുന്നതോ അസുവദ മുന്തിനിൻ, അത് അസുവദ് തന്നെയാണ്, പക്ഷെ അതിന് അവിടെ ദുർഗന്ധമല്ല, മുന്തിനാണ്, സഹാനത്തില്ല. അപ്പൊ അവിടെയുണ്ട് 2, ഇവിടെയുണ്ട്. ഇപ്പൊ എന്താ ചെയ്യാ? അല്ലെങ്കിൽ വക്ക അഹ്മറ സഹീനിൻ ഔ മുന്തിനിൻ വ അസുവദ മുജറദിൻ, അഹ്മറും സഹീനും ആയത്. അപ്പൊ ഹുമ്രത്തുണ്ട് സഹാനത്തുണ്ട്, ലൗനുണ്ട് സഹാൻ. അല്ലെ അഹ്മർ മുന്തിനിൻ ഔ മുന്തിനിൻ എന്ന് പറഞ്ഞ്, അല്ലെ സഹീനും മുന്തിനും ആകാം. എന്നിട്ട് അതങ്ങനെ ഒന്ന്. പിന്നെ വ അസ്വദ മുജറദിൻ എന്ന പോലെ രണ്ടാമത്തെ അസ്വദും മുജറദാണ്, അതും താദുലായിട്ടാ കൊടുത്തത്. ഫൈൻ താദല എന്ന് പറഞ്ഞിട്ടേ 2ഉം തുല്യാകുന്നതിന്റെ ഉദാഹരണം. അപ്പൊ ഇവിടെ ആദ്യത്തെ ഉദാഹരണത്തില് 2ഉം 2 സിഫത്ത് തന്നെയാണ്. രണ്ടാമത്തെ ഉദാഹരണത്തിലോ 1 2 സിഫത്താണ്, അതായത് ലൈഫായ 2 സിഫത്താണ് ഒരിടത്തുള്ളത്. പിന്നെ കവിയായൊരു സിഫത്താണ്, അതായത് സവാദ് മുജറദാണ്, വെറും സവാദ് തന്നെ ഉള്ളൂ, നിറം തന്നെ ഉള്ളൂ, സഹാനത്തും ഇല്ല നത്തിനും ഇല്ല.
അപ്പൊ അത് കവിയായ സിഫത്താണല്ലോ. അപ്പൊ ഇവിടെ ഒരു കവിയായ ഒരു സിഫത്തും ലൈഫായ രണ്ട് സിഫത്തും വരുമ്പോ തുല്യമാകും എന്ന ഫൽ ഹൈദു അസ്സാബിഖു. അപ്പൊ ഈ പറഞ്ഞതില് സാബിഖായതാണ് ഹൈദ്. സാബിഖായത് എന്ന് പറഞ്ഞാൽ അസ്വദ് സഖീന് അല്ലെ ആദ്യം കണ്ടത്, അത് തന്നെ ഹൈദ്. ഏതായാലും അത് ആദ്യത്തെ ദമ് തുടങ്ങുമ്പോ ഹൈലായിരിക്കുക എന്നുള്ളതാണല്ലോ അതിന്റെ ഷൈന്. അത് ദമ് മാറുമ്പോഴോ, ദമിന്റെ കോലം മാറുമ്പോ, സിഫത്ത് മാറുമ്പോ ആ ഈ പറഞ്ഞ രീതിയിൽ അക്സർ വിട്ടുകിടക്കുക, അതായത് മജ്മൂഉ ദമ് എന്താണ് അക്സറുൽ ഹൈദിനെ വിട്ടുകിടക്കുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പൊ മാറി എന്നുള്ളത് തമ്മീസിന്റെ അടയാളാ. അതുകൊണ്ട് അങ്ങനെ. ഇനി വശമില ഖൗലുഹു വൽ ഖവിയ്യു ഹൈദുൻ, മുസന്നിഫിന്റെ ഖൗല് വൽ ഖവിയ്യു ഹൈദുൻ വല്ലഈഫു ഇസ്തിഹാലത്തുൻ അല്ലേ പറഞ്ഞത്. അപ്പൊ കവിയ്യ ഹൈലാണ് എന്ന് പറഞ്ഞ മുസന്നിഫിന്റെ വാക്ക് ഉൾക്കൊണ്ടു മാലൗ താഖറ, ആ കവിയ്യ് പിന്തി വന്നാലും അങ്ങനെ തന്നെ. അപ്പൊ മാസത്തിന്റെ ആദ്യം രക്തം തുടങ്ങുന്ന സമയത്ത് ലൈഫായി കണ്ടു, ഒരു 10 ദിവസം അങ്ങനെ നിലനിന്നു. പിന്നെ നോക്കുമ്പോ എന്താണ് കവിയായി, നിറം മാറി, അസ്വദിലേക്ക് മാറി, അല്ലെങ്കിൽ സഹീനായി, ഇങ്ങനെ മാറി. എന്നിട്ട് പിന്നെന്ത് ചെയ്ത് അതൊരു 12 ദിവസം നിലനിന്ന്. അപ്പൊ ഈ 12 ദിവസത്തെ എന്താണ് 12 5 17 ആയില്ലേ. അപ്പൊ ഈ 12 ദിവസത്തെ കവിയ ഹൈലും ആദ്യത്തെ 5 ദിവസം ഇസ്തിഹാലത്തും അങ്ങനെ വെക്കും. അപ്പൊ കവിയ ആദ്യം പറഞ്ഞില്ല എന്നർത്ഥം ഹൈലാക്കാന്. ഏതുപോലെയൊക്കെ ഹംസത്തിൻ ഹുമ്രത്തൻ 5 ദിവസം ഹുമ്രത്ത്, സുമ്മ ഹംസത്തിൻ അഹദാശറ, പിന്നൊരു 5 ദിവസം അല്ലെങ്കിൽ എന്താണ് 11 ദിവസം സവാദൻ. പിന്നെ 11 ദിവസം സവാദ്. അപ്പൊ 11 5 ആവുമ്പോ എത്രയാവും? 16 ആവും. അപ്പൊ അക്സർ വിട്ട് കിടന്നല്ലോ. 5 5 ആവുമ്പോഴോ സുമ്മ അത്ബക്കത്തിൽ ഹുമ്രത്തൂന, പിന്നെന്ത് ചെയ്തു ആ ഹുമ്രത്ത് നിലനിന്നു. അപ്പോ ഇവളുടെ ഹൈദ് അസ്വദാണ് എന്നോ മാലവ് താഖറാന്ന് പറഞ്ഞിട്ടേ. പിന്നെ മാലവ് താഖറ അതിന്റെ ശേഷം പിന്നീട് ലൈഫ് വന്നാലും എന്ന് വെച്ചാൽ ഫയഷ്മലു മാലവ് തവസ്സത്ത, അപ്പൊ കവിയ്യ് മുത്തവസ്സിത്തായി വന്നതും വഹുവ മാമസ്സല ബിഹിഷാരിഹു, ആ മുത്തവസ്സിത്തായി വന്നതാണ് ആ ഷാരിഹ് ഉദാഹരണം പറഞ്ഞത് എന്ന്. അതായത് ഹംസത്തിൻ ഹുമ്രത്തൻ സുമ്മ ഹംസത്തൻ അഹദാശറ സവാദൻ സുമ്മ അത്ബഖത്തിൽ ഹുമ്രത്തു അല്ലേ. അപ്പൊ ആദ്യം ഒരു 5 ദിവസം ഹുമ്രത്ത്, പിന്നെ 5 ദിവസം അല്ലെങ്കിൽ 11 ദിവസം എന്താണ്, 2 ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. സുമ്മ അത്ബഖത്തിൽ ഹുമ്രത്തു എന്ന് പറഞ്ഞാൽ ഇസ്തമറത്തിൽ ഹുമ്രത്തു, പിന്നെ വന്നിട്ട് എന്ത് ഹുമ്രത്ത് നിലനിന്നു. അപ്പൊ 2 രൂപമാണ്, 5ഉം പിന്നെ 5ഉം പിന്നെ ഹുമ്രത്ത് നിലനിൽക്കുക. ഇത് മൂങ്കത്തിയാകുന്നില്ല. അപ്പൊ മജ്മൂ എത്രയായി? 15നേക്കാൾ അക്സറായല്ലോ. സുമ്മ അത്ബഖത്തിൽ ഹുമ്രത്തു എന്ന് പറയുമ്പോ രണ്ടാമത്തേൽ 5ഉം പിന്നെ 11ഉം പിന്നെ എന്താണ് ഹുമ്രത്ത് നിലനിൽക്കലും. അപ്പൊ ഇടയിൽ വരുന്ന ഈ 5 അല്ലെങ്കിൽ 11 ഇതാണ് സവാദ്, അതാണ് ഹൈലീന. ഇനി വലൗറാത്ത് മുബ്തദത്തുൻ 15 ഹുമ്രത്തൻ സുമ്മ മിസ്ലഹ അസ്വദ, ഒരു തുടങ്ങുന്ന പെണ്ണെന്താക്കി, അയൽ തുടങ്ങുന്ന പെണ്ണ, ഇവൾക്ക് 15 ദിവസം ഹുമ്രത്ത് കണ്ടു, അതിപ്പോ അക്സറുൽ ഹൈലായല്ലോ. സുമ്മ മിസ്ലഹ അസ്വദ, പിന്നൊരു 15 ദിവസം എന്ത് ചെയ്തു അസ്വദും കണ്ടു. അപ്പൊ ഇപ്പൊ 15ഉം 15ഉം 1 മാസമായി. ഇവളെന്ത് ചെയ്യും? ഇവള് മുബ്തദഅത്താണ് അല്ലെ, ആദത്തിലേക്ക് മടക്കാനില്ല. അപ്പൊ ഈ 15 ഹുമ്രത്ത് കണ്ടതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഇവൾക്ക് ദമു മുങ്കത്തി ആകുന്നില്ല.
പിന്നെ അസ്വദായി നിലനിൽക്കാണ്. അപ്പൊ അസ്വദായി നിലനിൽക്കുമ്പോ ഇവൾക്ക് ആദ്യത്തെ 15 ദിവസം ഏതായാലും നിസ്കരിക്കാൻ പറ്റൂല. അപ്പോ അസ്വദിലേക്ക് മാറിയപ്പോ ആ 16ാമത്തെ ദിവസം മുതൽ ഇസ്തിഹാലത്താണ് എന്ന് വെച്ചിട്ട് നിസ്കാരം തുടങ്ങാൻ പറ്റുമോ? അത് പറ്റൂല. കാരണം എന്താ, ഇവൾക്ക് ഉറപ്പിക്കാനായിട്ടില്ലല്ലോ തമ്മീസ് ഉണ്ടോ ഇല്ല എന്നുള്ളത്. ഇടകലർന്ന് വന്നാൽ, അതായത് പിന്നീട് ഉണ്ടാകുന്ന ഈ അസ്വദ് അല്ല, ആദ്യത്തെ ഹുംറത്ത് പിന്നെ അസ്വദ് അല്ലെ? ശരി, ആദ്യ ഹുംറത്താണ്. അതെ, അപ്പൊ മുങ്കത്തെ ആയിട്ടില്ല, പിന്നെ നിലനിൽക്കുകയാണ്. അപ്പൊ ആദ്യത്തെ ഇസ്തിഹാലത്തായി വെച്ചിട്ട് പിന്നെ ആദ്യത്തെ ഇസ്തിഹാലത്തായി വെക്കാൻ പറ്റൂലല്ലോ. ഇവൾക്ക് അസ്വദ് കണ്ടു തുടങ്ങുമ്പോ ഇതാണ് ഇപ്പൊ ഹൈല് എന്നല്ലേ മനസ്സിലാക്കിയത്. അപ്പൊ തുടക്കം മുതൽ നിസ്കരിക്കാൻ പറ്റൂല, കാരണം ദമ് കണ്ടാൽ അത് ഹൈല് എന്ന് വെക്കണം. 15 ദിവസം കഴിഞ്ഞപ്പോ ഹുംറത്ത് മാറി അസ്വദായപ്പോ ഇപ്പൊ എന്തായി, കവിയ്യ് വരികയല്ലേ ഇത്. അപ്പൊ കവിയ്യ് വന്നപ്പോ എന്തായിപ്പോ ഇന്ന് മുതൽ 16ാം തീയതി മുതലാണ്, 16ാമത്തെ ദിവസം മുതലാണ് ഹൈല് എന്ന ഇവൾക്ക്. അപ്പൊ അത് പിന്നെ എന്താണ്, അതിന്റെ കോലം എന്താന്ന് അറിയണോ? അപ്പൊ തറക്കത്തി സലാത്ത വസ്സൗമ ജമിയ ഷഹരി, മാസം മുഴുവൻ എന്താക്കണം, നിസ്കാരം നോമ്പ് ഉപേക്ഷിക്കണം. അത് കാരണം എന്താ, ലിഅന്നഹു ലമ്മസ്വദ്ദ ഫിസ്സാനിയത്തി, രണ്ടാമത്തതില് ആ ദമ് ശക്തിയായപ്പോ കർത്തല്ലോ, അസ്വദിലേക്ക് മാറിയപ്പോൾ നൈസ്വദ്ദ എന്ന് പറഞ്ഞ. ഫിസ്സാനിയത്തി എന്ന് പറഞ്ഞാല് രണ്ടാമത്തെ എന്താണ്, ഫത്തറത്തില് എന്നർത്ഥം, രണ്ടാമത്തെ 15 എന്നർത്ഥം. 15, ആദ്യത്തെ 15 പിന്നത്തെ 15 ആണല്ലോ. അപ്പൊ ആ രണ്ടാമത്തെ 15 രക്തം കറുത്തപ്പോ തബയ്യന അന്ന മാഖബലഹു ഇസ്തിഹാലത്തൻ, ഇവൾക്ക് ബോധ്യായതിനു മുമ്പുള്ള ഇസ്തിഹാലത്താണ്. അതുവരെ ഹൈലാന്ന് വിചാരിച്ചിട്ട് നിസ്കാരം നോമ്പൊക്കെ നിർത്തി വെച്ചിരുന്നത്, അപ്പൊ ഇസ്തിഹാലത്താന്ന് മനസ്സിലായി. അപ്പൊ ഇപ്പൊ ഉള്ളതോ, ഈ രണ്ടാമത്തെ 15 അത് ഹൈലുവാന്ന് മനസ്സിലായി. അപ്പൊ ഈ ആദ്യത്തെ 15 നിസ്കാരം പിന്നീട് കളാവ് കിട്ടണം, അല്ല അതെ, നിസ്കാരം നോമ്പൊക്കെ കളാവ് കിട്ടണം. അത് ഇസ്തിഹാലത്താണല്ലോ, തുഹറാണല്ലോ. സുമ്മൈനി ഇസ്തമറൽ അസ്വദു, പിന്നെ ഈ അസ്വദ് മുസ്തമിറാണെങ്കിലോ, അതായത് 15 ഉങ്കത്തി ആയിട്ടില്ല, പിന്നെ അതെ, സുമ്മ മിസ്ലഹ അസ്വദ എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആ 15 അസ്വദ് മുങ്കത്തി ആയിട്ടില്ല. അപ്പൊ ആദ്യം ഒരു 15 ദിവസം ഹുംറത്ത് കണ്ടു, പിന്നെ അസ്വദ് 15 ദിവസം കണ്ടു എന്നർത്ഥം. കാനത്ത് ഗൈറ മുമയ്യിസത്തിൻ, അപ്പൊ ഇവൾക്ക് തമ്മീസ് ഇല്ലാത്തവളാ. തമ്മീസ് ഇല്ലാത്തവൾ എന്ന് പറഞ്ഞാല് പിന്നെ മുത്തഹയ്യറത്താണ്. അപ്പോ തമ്മീസ് ഇല്ലാത്തവളാകുമ്പോ അവൾക്ക് അവ്വലു ഷഹർ എന്നുള്ള ഒരു ദിവസം മാത്രമാണല്ലോ ഹൈലുണ്ടാകുക. ഫഹൈലുഹ യൗമും വലൈലത്തും മിൻ അവ്വലി കുല്ലി ഷഹരിൻ അല്ലോ. അപ്പൊ ഇവള് ഈ മാസം തീരുവോളം കാത്തിരിക്കണം, ഈ സവാദ് എപ്പോഴാ, അസ്വദ് എപ്പോഴാ മുങ്കത്തിയാകുന്നത് നോക്കിയിട്ട്. അപ്പൊ മാസം തീർന്നിട്ട് 30 ദിവസമായിട്ടും അസ്വദ് മുങ്കത്തിയായില്ല, പിന്നെ നിലനിൽക്കാണ്. എന്നാൽ ദമു തുടങ്ങിയ അന്നത്തെ ഒരു ദിവസമേ ഉള്ളൂ ഹൈദ്, ബാക്കി ഫുള്ള് കളാവ് കിട്ടണം. അഥവാ കളത്തിസ്വലാത്ത, നിസ്കാരം കളാവ് കിട്ടണം. ബാക്കി ദിവസങ്ങളിലെ നിസ്കാരം കളാവ് കിട്ടണം. നിസ്കാരം മാത്രമല്ല, നോമ്പും കളാവ് കിട്ടണം. ഏത്, സലാത്ത ഗൈരി യൗമിൻ വലൈലത്തിന്ന ഷർവാനി, ഒരു ദിവസത്തെ ഒഴിച്ചു ബാക്കിയെല്ലാം കളാവ് കിട്ടണം. ഇനി വലായുത്തസവ്വർ മുസ്തഹാലത്തും തൂമറു ബി തർക്കിസ്സലാത്തി വസ്സൗമി യഹ്ദാ വസലാദീന യൗമൻ ഇല്ലാ ഹാദിഹി, ഒരു മുസ്തഹാലത്ത് ഇസ്തിഹാലത്തുള്ള പെണ്ണ് അവളോട് കൽപ്പിക്കപ്പെടൂല. കൽപ്പിക്കപ്പെടുന്നത് തസവ്വുറാവൂല. എന്തുകൊണ്ട് കൽപ്പിക്കപ്പെടുന്നത്? ഈ മുസ്തഹാലത്ത് എന്ന് പറഞ്ഞാൽ മുബത്തദഅത്തായ മുസ്തഹാലത്ത് എന്ന് ഇബ്നു ഖാസിം. അവള് എന്താണ്, നിസ്കാരം നോമ്പ് ഉപേക്ഷിക്കാൻ കൽപ്പിക്കപ്പെടുക. എത്ര ദിവസം? യഹിദാവ സലാദീന യൗമൻ, 31 ദിവസം. ഇല്ലാ ഹാദിഹി, ഇവളല്ലാതെ. അതായത് 15 ദിവസം ആദ്യം എന്താണ് ഹുംറത്ത്, അത് ഹൈലാന്ന് വെച്ച് നിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടോ അസ്വദ് കണ്ടു. 15 ദിവസം ആകുമ്പോഴും ഇവൾക്ക് എന്താകാനായില്ല, നിസ്കാരം തുടങ്ങാനായിട്ടില്ല. അപ്പൊ 30 ആയല്ലോ. പിന്നെ ഒരു ദിവസം കൂടി നോക്കണം, ഇത് മുങ്കത്തിയാകുന്നുണ്ടോ ഇല്ലേന്ന്. അപ്പൊ 31ാമത്തെ ദിവസം നിസ്കരിക്കാനായിട്ടില്ല. വലൈസ ഖിയാസ ഹാദാ മാലൗ റഅത്ത് അക്ദറ 15, ഇതിന്റെ ഖിയാസല്ല.
31 ദിവസം കൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്തിനാ? അത് ഞാൻ പറഞ്ഞല്ലോ, രണ്ടാമത്തെ സവാദ് 15 മുങ്കത്തിയാകുന്നോ ഇല്ലയെന്ന് നോക്കണോ. അപ്പൊ 31ാമത്തെ ദിവസം നിസ്കാരം ഒഴിവാക്കണം. അന്ന് മുങ്കത്തി ആയെങ്കിൽ എന്തായി? പിന്നെ ആ രണ്ടാമത്തെ 15 ഹൈലാന്നോ ഒന്നാമത്തെ 15 ഇസ്തിഹാലത്താന്ന് വെക്കാം. അന്ന് മുങ്കത്തി ആകുന്നില്ലെങ്കിലോ? അതാ മുങ്കത്തി ആകുന്നില്ലെങ്കിൽ അവല് കുല്ല് ഷഹരീന്ന് ഓരോ ദിവസം എന്താണ്? ഹൈല് നിഫാസ അല്ല ഹൈലാന്ന് പറഞ്ഞല്ലോ, ഒരു ദിവസം. അപ്പൊ ഈ 31ാമത്തെ ദിവസവും സവാദ് കാണുമ്പോ അന്ന് നിസ്കരിക്കാൻ പറ്റൂല. കാരണം എന്താ? ഇത് രണ്ടാമത്തെ മാസത്തിലെ 1ാമത്തെ ദിവസമാണ്. ആ ഒരു ദിവസം ഹൈലാണ്. കഴിഞ്ഞ മാസത്തിലെ ഒരു ദിവസം ഹൈലായിരുന്നു. ബാക്കി നിസ്കാരം കളാ വിട്ടണല്ലോ. അത് ഷെർവാനി പറഞ്ഞു. ഇനി വലൈസ ഖിയാസു ഹാദാ മാലൗ റഅത്ത് അക്ദറ, ഇപ്പറഞ്ഞതിന്റെ ഖിയാസ് അല്ലാന്നാ. നിഹായ മുഹ്നിം ഖിയാസ് ആണെന്നാ പറയുന്നത്. ഈ മുബ്തദഅത്തായ പെണ്ണ് കണ്ടു. മാലൗ റഅത്ത് എന്ന് പറഞ്ഞാല് ആ മുബ്തദഅത്തായ പെണ്ണ് കണ്ടു എന്ത്? അക്ദറ, അക്ദർ കണ്ടു, കലർപ്പുള്ളത്. 15 ദിവസം. പിന്നെ സുമ്മ അസ്ഫറ, പിന്നെ അസ്ഫർ കണ്ടു. സുമ്മ അഷ്കറ, പിന്നെ ആ വെളുപ്പ് കലർന്ന ചോപ്പുള്ളത്, വെളുപ്പിലേക്ക് ചാഞ്ഞ ചോപ്പുള്ളത്, അതിനാണ് അഷ്കർ എന്ന് പറയാം. അത് കണ്ടു. സുമ്മ അഹ്മറ, പിന്നെ അഹ്മർ കണ്ടു. സുമ്മ അസ്വദ, പിന്നെ അസ്വദ് കണ്ടു. കദാലിക്കാന്ന് പറഞ്ഞാല് 15 ദിവസം അല്ലെ, പിന്നെ 15 ദിവസം കണ്ടു. സുമ്മ അസ്വദ സഹീനൻ, അത് അസ്വദ് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്ന അസ്വദ് സഹീനായിട്ട്, അതിനു മുമ്പ് സഹീനല്ല. അപ്പൊ ആദ്യത്തെ അസ്വദ് വെറും സവാദ് തന്നെയുള്ളു, അത് സഹാനത്തില്ല. പിന്നെ അത് 15 ദിവസം കഴിഞ്ഞിട്ട് പിന്നെന്തായി? സഹീനായിട്ടോ മുന്തിനായിട്ടോ കണ്ടു. സുമ്മ സഹീനൻ മുന്തിനൻ, പിന്നെ രണ്ടും കൂടിയിട്ട് കണ്ടു. കദാലിക്ക, ഇങ്ങനെ 15 ദിവസം. ഹത്താ തുത്തുറക്ക ദൈനിക്ക സലാസത്ത അശുഹുരിൻ വനിസ്ഫ, ഇവള് എന്താകണം? ഒഴിവാക്കണം. ഈ രൂപത്തിൽ ഇവളെ ഒഴിവാക്കണം. പെണ്ണ് ദൈനിക്ക, നിസ്കാരം നോമ്പ് ഒഴിവാക്കണം. സലാസത്ത അശുഹുരിൻ വനിസ്ഫ, 3.5 മാസം നിസ്കാരം ഒഴിവാക്കണം. ഖിലാഫൻ ലി ജംഇൻ, ഒരു ജമ്മു പറഞ്ഞതിനെതിരായിട്ട്. കാരണം എന്താ ഈ 3.5 മാസം വരുന്നതിൽ? അന്ന ഇന്നമാ റത്തബിനൽ ഹൈല, നമ്മള് ഹൈലിനെ തർത്തീബാക്കി ഫീമാ മറ അലൽ 15 അസാനിയത്തി, രണ്ടാമത്തെ 15 ദിവസാണ്. അതാണ് ഹൈല്. ലി നസ്ഖിഹ അൽ ഊല, രണ്ടാമത്തെ 15 ദിവസാക്കാൻ എന്താ ഒന്നാമത്തെ 15 ദിവസാക്കാത്തത്? ഈ രണ്ടാമത്തെ 15 നസ്ഖ് ചെയ്തു. എന്തിനാ? ലില്ലൂല, ഒന്നാമത്തെ 15. അതായത് ഒന്നാമത്തെ 15 ഹൈലാണ് എന്നുള്ള ധാരണ എന്ത് ചെയ്തു? ബാത്തിലാക്കി എന്നർത്ഥം. ലി ഖുവ്വത്തിഹ, രണ്ടാമത്തെ 15 കവിയായതുകൊണ്ട് ഒന്നാമത്തെ 15 ഹൈല എന്നുള്ള ഹുക്കുമ് പോയി. മിൻ ഗൈരി മുആരിദിന്, അവിടെ മുആറള ഇല്ലാതെ, അതിനെതിരില്ല, വേറെ സിഫത്ത് വന്നിട്ടില്ലല്ലോ. ഇത് അക്കോയും മറ്റേ ലൈഫും അല്ലേ. മാ അന്നദ് ദൗറ ലം യതിമ്മ എന്നതോടുകൂടെ ഇപ്പൊ രണ്ടാമത്തെ 15 കഴിഞ്ഞപ്പോ ദൗറ് പൂർത്തിയായോ? ഇല്ല. ദൗറ് പൂർത്തിയായതുമില്ല. എന്തിന്റെ മുമ്പ് ദൗറ് പൂർത്തിയായില്ല? രണ്ടാമത്തെ 15 മുമ്പ് ദൗറ് പൂർത്തിയായില്ല. അപ്പൊ എങ്ങനെ വരിക? മാലൂറാത്ത് അക്ദറ 15, 15 ദിവസം എന്താക്കി? അക്ദറായിട്ട് കണ്ടു. സുമ്മാസ്വറ എന്ന് പറഞ്ഞാല് പിന്നെ 15 ദിവസം, അപ്പൊ 1 മാസമായി. സുമ്മ അഷ്കറ, പിന്നെ അതിനേക്കാൾ ദഈഫായിട്ട് എന്ത് ചെയ്തു? 15 ദിവസം, അപ്പൊ 1.5 മാസമായി. സുമ്മ അഹ്മറ, പിന്നെന്ത് ചെയ്തു? അഹ്മർ കണ്ടു, അപ്പോ 2 മാസമായല്ലോ. സുമ്മ അസ്വദ കദാലിക്ക, 2.5 മാസമായി. അപ്പോ
സുമ്മാസ്വദ സഖീനൻ പിന്നെ 15 ദിവസം അതുപോലെ തന്നെ, അപ്പൊ 3 മാസമായില്ലേ. പിന്നെ സുമ്മ സഖീനം മുന്തിനൻ എന്ന് പറഞ്ഞു, അപ്പൊ 3.5 മാസമായി. സലാസത്ത അശുഹുരിൻ വനിസ്ഫ. കാരണം എന്താ, ഇതില് അക്വയും അലാഫും ഇങ്ങോട്ട് തിരിയുന്നില്ല, അതാണ് പ്രശ്നം അല്ലേ. അതിങ്ങനെ ഇടകലർന്ന് വരികയല്ലേ. അപ്പൊ ഇവിടെ എന്താക്കി, ഈ അവസാനം കണ്ട 15 ദിവസം ഉണ്ടല്ലോ, അതോടുകൂടെ 3.5 മാസം എന്ന് പറഞ്ഞാല് ആ 3 മാസം കഴിഞ്ഞല്ല 15 കഴിഞ്ഞപ്പോ അവിടെ ദമ മുങ്കത്തി ആയി. അതാണ്. അപ്പൊ ഇതില് ഈ 3.5 മാസം തീരുമ്പോഴേ എന്താവുള്ളൂ, ഇവൾക്ക് ഈ പറഞ്ഞ 3.5 മാസം കഴിഞ്ഞ 3.5 മാസത്തില് ദമ് ഏതെന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ, ഹൈല ഏതാന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ദൗറ് പൂർത്തിയായില്ല എന്ന് പറഞ്ഞാല് അതിങ്ങനെ എന്താണ്, അപ്പൊ ഹംസത്താശറ സാനിയ എന്ന് പറഞ്ഞത് ഏതാത്, മാലവറാത്ത് അക്ദറ 15 ദിവസം, സുമ്മ അസ്വറ അതും 15 ദിവസം. അപ്പൊ ഈ അസ്വറോ, അതെ, പിന്നെ അഷ്കറും പിന്നെ അഹ്മറും ആണല്ലോ. പിന്നെ അസ്വദ് സഹീനുമാണ്. അപ്പൊ ഓരോ മാസത്തിലെയും രണ്ടാമത്തത് എന്നാ. അപ്പൊ ആദ്യത്തെ മാസം എന്ത് ചെയ്തു, അസ്ഫറും അഷ്കറും കണ്ടു, അല്ല അക്ദറും അസ്ഫറും കണ്ടു അല്ലെ. അക്ദർ അസ്ഫർ എന്നതിൽ നിന്ന് രണ്ടാമത്തെ 15 അസ്ഫർ, അതാണ് കവിയ്. രണ്ടാമത്തേല് അഷ്കറും അഹ്മറും ആണ് രണ്ടാമത്തെ മാസം. അതില് അഹ്മറാണെന്ത്, ഈ പറയുന്ന 15 കവിയ്, അപ്പൊ അത് ഹൈലാണ്. പിന്നെ അസ്വദ് കദാലിക്ക സുമ്മ അസ്വദ സഖീനൻ ഔ മുന്തിനൻ സുമ്മ സഖീനൻ മുന്തിനൻ കദാലിക്കാന്ന. അപ്പൊ അവിടെയും മൂന്നാമത്തെ മാസത്തിൽ ആദ്യം അസ്വദ്, പിന്നെ അസ്വദ് സഖീനാണ്, അല്ലെ അസ്വദ് മുന്തിനാണ്. അപ്പൊ അസ്വദ് സഖീനോ അസ്വദ് മുന്തിനോ ആയതാണല്ലോ അസ്വദിനേക്കാൾ കവിയ്. അപ്പൊ അത് അങ്ങനെ അങ്ങോട്ട് പോവും. അപ്പൊ എല്ലാ മാസത്തിലെയും 15 നടത്തും, രണ്ടാമത്തെ 15. പിന്നെ വഹുന ലമ്മ തമ്മദ് ദൗറു, ഇവിടെ ദൗറ് പൂർത്തിയായപ്പോ സുമ്മസ്തമറദ്ദമു, പിന്നെ ദമു മുസ്തമിറായപ്പോ ലം യുൻദറിലിൽ ഖുവ്വത്തി, അത് ഖുവ്വത്തിലേക്ക് നോക്കിയില്ല. ലിഅന്നഹു ആറലഹ തമാമുദ്ദൗരിൽ മുഖ്തലിലിൽ ഹുക്മി അലൈഹി ഹൈസു മളാ വലം യൂജദ് ഫീഹി തമ്മീസുൻ ബിഅന്ന യൗമൻ വലൈലത്തൻ മിൻഹു ഹൈദുൻ വബഖിയ്യതഹു തുഹ്റുൻ فوجب في الدور الثاني أن يكون كذلك عملا باللهوة المبني عليها أمرها. അപർണന്താ ഇനി ലമ്മ തമ്മദ്ദൗർ, ഇത് അതിന്റെ ഖിയാസ് അല്ല എന്ന് പറഞ്ഞതിനാണ് ഇല്ലത്ത് പറഞ്ഞത്. എന്ത്, ലിനസ്ഖിഹാ ലിൽഊലാ ലിഖുവ്വത്തിഹാ മിൻ ഗൈരി മുആരിലിൻ, മുആരിൽ ഇല്ലാതെ എന്ത് ചെയ്തു, നസ്ഖ് ചെയ്തു. മാഅന്നദ് ദൗറ ലം യതിമ്മ, മുമ്പ് പറഞ്ഞെടുത്ത് ദൗറ് 30 ദിവസം പൂർത്തിയായിട്ടില്ലല്ലോ. ആദ്യം പറഞ്ഞെടുത്തേ 30 ദിവസം പൂർത്തിയായിട്ടില്ല. മുപ്പത് ദിവസം പൂർത്തിയായിട്ടില്ലേ?
മുബ്തദഅത്താണ് 15 ഹുംറത്തൻ സുമ്മ മിസ്ലഹ അസ്വദ എന്ന് പറഞ്ഞില്ലേ. അപ്പൊ 15 15 30 ആയില്ലേ. പിന്നെ അവിടെ 15 15 30 ആയല്ലോ.